പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നിയമത്തിന്റെ ഫെയ്ത്തിന്റെ സിസ്റ്റവും നമ്മുടെ ഫെയ്ത്തിന്റെ സിസ്റ്റവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ബൈ ഫെയ്ത്ത് ആണ്. ഒന്നും നമുക്ക് കാണാനില്ല, ദൈവത്തെ കാണാനില്ല, സ്വർഗം കാണാനില്ല, യാഗങ്ങളില്ല, പരിപാടികൾ ഒന്നുമില്ല. നമ്മൾ ആരാധിക്കുന്നത് ഫെയ്ത്തിലാണ്, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത് ബൈ ഫെയ്ത്ത് ആണ്. ടോട്ടലി ബൈ ഫെയ്ത്തിലാണ് നമ്മളിപ്പോ കണ്ണുടച്ച് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് അങ്ങ് പോവാ നമ്മൾ. ഓക്കെ, ബൈ ഫെയ്ത്തിലാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം. പക്ഷെ പഴയ നിയമത്തിന്റെ കാര്യങ്ങൾ മൊത്തം എന്തുമായിരുന്നു? വിസിബിൾ ആയിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം പോലും വിസിബിൾ ആയിരുന്നു അല്ലെ? ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ വിസിബിൾ ആയിരുന്നത്. പുറപ്പാട് പുസ്തകം അവസാന അധ്യായം അവസാന വാക്യം വായിച്ചു നോക്കി. അവരുടെ യാത്ര ഇസ്രായേൽ ജനത്തിന്റെ സകല പ്രയാണങ്ങളിലും യഹോവയുടെ തേജസ് അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നത് നമ്മൾ വായിക്കുന്നത് അല്ലെ? അതവർക്ക് കാണാമായിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായിട്ടും അവർക്ക് കാണാമായിരുന്നു. സോ ഇറ്റ് വാസ് വിസിബിൾ. അതുപോലെ ദൂതന്മാര് പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ കൂടുതലും ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ ദൂതൻ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനത്തിന്റെ മന്ദിരം, അവരുടെ ആരാധന, ഈ യാഗം ഒക്കെ ഫിസിക്കലായിരുന്നു. അതെല്ലാം അവർക്ക് തൊടാനും സ്പർശിക്കാനും ഒക്കെ പറ്റാവുന്ന വിസിബിൾ. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനല്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഒരാളെ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. അബ്രഹാമിന്റെ ഫെയ്ത്ത്, അബ്രഹാമിക്ക് വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം പോലെ. അബ്രഹാമിന് ഒന്നുമില്ലായിരുന്നു കാണാൻ, ഒന്നുമില്ല. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് തന്നെ അങ്ങനെ. അബ്രഹാം വിളിച്ചവനെ നോക്കി കണ്ണുടച്ച് വിശ്വാസത്തല്ല ഇറങ്ങുക. ബാക്കിയുള്ളത് മൊത്തം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മുഴുവൻ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൊത്തം അവർക്ക് കാണാം. അവർ വിശ്വാസത്തല്ല, അവര് കണ്ടോണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഇന്ന് വിശ്വാസത്തിൽ യാത്ര ചെയ്യും. ഈവൻ സ്വർഗം പോലും കനാൻ ദേശം അവർ പോയി കണ്ടേച്ചു വന്നു അല്ലേ? അവരെങ്ങോട്ടാ പോയത്? കനാൻ ദേശത്തേക്ക് പോയത്. അത് അവരുടെ കൂട്ടത്തിലുള്ളവരാണ്ട് പോയി കണ്ടേച്ചു വന്നു. അപ്പൊ അവർക്ക് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇന്ന് നമ്മളെ പോലെ സ്വർഗത്തിൽ പോയിട്ട് വന്നെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുള്ളതല്ലാതെ റിയൽ ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ വചനം പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസത്തിൽ നമ്മൾ പോവുക. അപ്പൊ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ വ്യത്യാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും ഇസ്രായേൽ ജനത്തോട് ഡയറക്ട്ലി പറഞ്ഞ കാര്യം. അതിനെ നമ്മള് ഒരു പരിധിക്കപ്പുറത്ത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് മനസ്സിൽ വയ്ക്കുക. 3, പ്രൊഫറ്റിക്കൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് പ്രവാചകന്മാർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം, മേജർ പ്രോഫിറ്റ്സും മൈനർ പ്രോഫിറ്റ്സും ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രവാചകന്മാരെല്ലാം എഴുന്നേറ്റത് എപ്പോഴാണെന്നറിയാം? വളരെ ഗൗരവത്തോടെ നിങ്ങൾ കാര്യം ചിന്തിക്കണേ. ഈ പ്രവാചകന്മാർ മുഴുവൻ എഴുന്നേറ്റത് എപ്പോഴാണ്? ഇസ്രായേൽ ജനം അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നകന്നു പോയപ്പോൾ ദൈവം ഈ ജനത്തെ എന്ത് ചെയ്തു? അന്യ രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരിവരെ അടിമകളായി പിടിച്ചോണ്ട് പോയി. അടിമകളായിട്ട് അവിടെ കിടക്കുമ്പോൾ ഇവരുടെ പാപത്തെ കുറിച്ച് ഇവരെ ബോധ്യം വരുത്താൻ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് ഈ പ്രവാചകന്മാർ മുഴുവൻ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 17 വായിച്ചു നോക്കി. നിങ്ങളോട് എന്റെ സന്നിധി വരാൻ പറഞ്ഞത് ആരാ? ദൈവം പറഞ്ഞിട്ടുള്ള യാഗങ്ങളൊക്കെ ഇപ്പൊ ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിക്കുക, അതൊക്കെ കഴിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളുടെ യാഗം എനിക്ക് വെറുപ്പാ, നിങ്ങളുടെ അമാവാസിയോ നിങ്ങളുടെ സഭായവും കൂടു നോക്കി എനിക്ക് അറപ്പും വെറുപ്പുവാ. ഇതാരോടാ പറയുന്നേ? ദൈവത്തിൽ നകന്നുപോയ, ദൈവത്തെ വിട്ടുപോയിട്ട് ദൈവം ശിക്ഷിച്ച ക്യാപ്റ്റിവിറ്റിക്കകത്ത് കിടക്കുന്ന, അടിമത്തത്തിനകത്ത് കിടക്കുന്ന ജനത്തോട് പറയുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. എന്നിട്ട് കർത്താവരോട് വീണ്ടും പറയുന്നുണ്ട്, ആ കഷ്ടം അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ അതിന്റെ ഒരു ആകത്തുകയാണ് പറയുന്നത് കേട്ടോ. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് ഒരു ശുഭദിനം ഉണ്ടാവും, കണ്ണുനീര് മാറും, കഷ്ടത മാറും, വെള്ളത്തിൽ കൂടെ നടത്താൻ നീ വെന്തുപോകത്തില്ല, തീ കൊടുത്ത് നിന്നെ ദഹിപ്പിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോമിസ് കൊടുക്കുക. ഈ പ്രോമിസ് ഒക്കെ ആർക്കാ കൊടുത്തത്? അടിമത്തത്തിൽ കിടക്കുന്നവർക്കാ കൊടുത്തത്. അപ്പൊ ആ വാക്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി പറയുന്ന ഒരു കാര്യം, ഞാനും എവിടെയെങ്കിലും അടിമത്തത്തിലാണെന്ന്. ഞാൻ ആ വാക്ക് എടുക്കണ്ടെന്നോ, വാക്ക് തെറ്റാണെന്നോ, ദൈവികമല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇൻഡയറക്ട്ലി ചില സമയത്തൊക്കെ നമ്മളും അങ്ങനെ ദൈവത്തെ വിട്ട് മാറിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവം പേഴ്സണലി നമ്മൾ സംസാരിക്കുന്നതാവും. പക്ഷേ ജനറലി നമ്മൾ ആ സന്ദേശങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മളോട് പറഞ്ഞ വാക്കുകളല്ല. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവരോട് പറഞ്ഞതാ. ഇനി വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. യേശു ഒരിക്കലും ഒരു പ്രവാചകന്മാരെ കുറിച്ചും, പ്രത്യേകിച്ച് പഴയ നിയമത്തിലുള്ള ഒരു ഭക്തന്മാരെ കുറിച്ചും യേശു പ്രസംഗിച്ചിട്ടില്ല. അവിടെ ഇവിടെ 1-2 സൂചനകൾ കർത്താവ് കൊടുത്തു. ഉദാഹരണം പറഞ്ഞാൽ, എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാര്, അവര് പട്ടണത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പോവാം, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പം യേശു അവരോട് എന്ത് ചെയ്തു?
പഴയ നിയമത്തിലെ മോശയും പ്രവാചകന്മാരും അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ എന്താ കർത്താവ് പറയുന്നത്? തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം തെളിയിച്ചു കൊടുത്തു എന്നാ വായിക്കും. എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭാഗങ്ങൾ യേശു ഉപയോഗിച്ചത് എന്തിനാണ്? യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ യേശുവിനെ വെളിപ്പെടുത്താൻ നമ്മൾ പഴയ നിയമം ഉപയോഗിച്ചേ പറ്റൂ, ഉപയോഗിക്കണം. അതിന് യാതൊരു തെറ്റുമില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പഴയ നിയമത്തെ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ തന്നെ ഒളിഞ്ഞു പല ഭാഗങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി യേശുവിനെ വെളിപ്പെടുത്തുക. ഇനി മറ്റൊരു കാര്യം, പഴയ നിയമം ഷാഡോ ആയിട്ടാണ് ദൈവത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം ഷാഡോയാണ് എന്ന് പറഞ്ഞാൽ നിഴലാണോ ഒറിജിനൽ ആണോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ ഒരു പേന ഇവിടെ ഉണ്ട്. ഈ പേന ഞാനിങ്ങനെ കാണിക്കുക. ഇവിടുന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റിന്റെ ഒരു ഷാഡോ എന്റെ പുറകെ കാണാം, അല്ലെ? എന്റെ ഷാഡോ പുറകെ കാണാം. ഈ ഷാഡോയാണ് പഴയ നിയമം. ഒറിജിനൽ ആരാ? യേശു ക്രിസ്തുവ. അപ്പം നമ്മൾ ഈ നിഴലിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഈ വാസ്തവമായത് അവിടെ നിൽക്കുക. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. യേശുവിനെ കുറിച്ച് നമ്മൾ പറയാറില്ല. യേശുവിനെ കുറിച്ച് നമ്മളൊന്നും അധികം ആൾക്കാരെ പഠിപ്പിക്കാറില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അക്കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുള്ളതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തിനെ കുറിച്ചാ? ഈ നിഴലിനെ കുറിച്ചാ, ഷാഡോയെ കുറിച്ചാ. സോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രസംഗിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് ആരെ കുറിച്ചാ? ഒറിജിനൽ ആയിരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുകയും ടീച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഈ ന്യായപ്രമാണത്തെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. അത് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നോ? ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനാണ് ആര്? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡാ. ആ ഗൈഡ് നമ്മൾ എന്തോ ചെയ്യുന്നത്? ലീഡിങ് ആസ് ടു ക്രൈസ്റ്റ്, നമ്മളെ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമുക്ക് കർത്താവിന് ഇതുവരെ നമ്മൾ കൊടുത്തതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുത്തേ മതിയാകും. ഇനി വേറൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? പഴയ നിയമത്തിനകത്ത് മുഴുവൻ സ്ലേവറി സിസ്റ്റമാണ്. ദൈവവുമായിട്ട് മനുഷ്യ ഭയങ്കര ഗ്യാപ്പാ. ഉദാഹരണം പറഞ്ഞാൽ, യെരുശലേം ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ ഇസ്രായേൽ ജനത്തിന് പെർമിഷൻ ഇല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സീനായ് പർവ്വതത്തിന്റെ അടുത്ത് പോയി ആ പർവ്വതത്തിന്റെ അടിവാരത്തെ തൊടാൻ പോലുമുള്ള പെർമിഷൻ ഇസ്രായേൽ ജനത്തിനില്ല. ഇസ്രായേൽ ജനത്തിന്റെ ഒരു മൃഗം തൊട്ടാൽ പോലും ചത്തു. ഇത്രയും ഗ്യാപ്പാ. ദൈവമായിട്ട് എന്തോ ഗ്യാപ്പ ഫീൽ ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവിടെ എഴുതിയിട്ടുണ്ട്, യോർദാൻ നദിയുടെ തീരത്തേക്ക് പെട്ടകവും ചുമന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പുരോഹിതന്മാര് പോകുമ്പോൾ ഇത് കാണുന്ന ജനം അത് കണ്ടോണ്ട് പുറകെ ചെല്ലണം, പിന്തുടരണം. പക്ഷെ പിന്തുടരുമ്പോൾ ഒരു കണ്ടീഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കും അതിനും തമ്മിൽ യഹോവയുടെ സാന്നിധ്യം ഇറങ്ങുന്ന നിയമപ്പെട്ടകത്തിനും ഇസ്രായേൽ ജനത്തിനും തമ്മിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. വെറുതെ ദൈവ സാന്നിധ്യത്തോട് അടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. മൂസാ പെട്ടകത്തെ തൊട്ട് മരിച്ചു പോയി നമുക്കറിയാമല്ലോ. ഒരു ഫെലിസ്തീന്റെ ദേശത്ത് ചെന്നും സകല ജനത്തിനും അസുഖം പിടിച്ചു പെട്ടകം. ഇത് ഭയങ്കര ഗൗരവമുള്ള സംഭവമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇതിനൊന്നും അടുക്കാനൊന്നും ഒരു മനുഷ്യനെ ദൈവം അനുവദിച്ചില്ല. ഇതാണ് പഴയ നിയമത്തിന്റെ സിസ്റ്റം. ഞാൻ നിങ്ങളോട് തുറന്നു ചോദിക്കാം, ഈ സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? ഈ സിസ്റ്റം മാറി. ഇന്ന് ആ കർത്താവ് തിരശ്ശീലെല്ലാം മാറ്റി നമ്മളെ കൃപാസനത്തോളം അടുത്ത് കൊണ്ടുവന്നിരിക്കുക. ധൈര്യത്തോടെ അടുത്ത് പറയാൻ പറയും. പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്ന പ്രിൻസിപ്പിൾ മൊത്തം എന്തുവാ? ആ ദൂരത്തിന്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് മൊത്തം. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ ചേഞ്ച് ചെയ്യണോ? നമ്മുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യണോ വേണ്ടത് നിങ്ങൾ പറഞ്ഞേ. ഓക്കെ. അവിടെ മുഴുവൻ ഈ ഒരു ദാസത്വത്തിന്റെയും ആ ദൂരത്തിന്റെയും ഗ്യാപ്പിന്റെയും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോഴോ കർത്താവ് നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്ക് വന്നു, അല്ലെ? പണ്ടൊക്കെ 2000 മുഴത്തിനധികം അടുത്ത് വന്നാൽ, അല്ലെങ്കിൽ ആലയത്തിന്റെ എന്തെങ്കിലും വസ്തുവിനെ തൊട്ടാൽ, ആലയത്തിനകത്ത് എങ്ങാനും കയറിപ്പോയാൽ ചത്തു വീഴുമായിരുന്നു. ആ സ്ഥാനത്ത് ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് വന്നു. അപ്പൊ ആ പഴയ നിയമത്തിന്റെ സിസ്റ്റം മാറി നമ്മൾ ദൈവമായിട്ട് നമ്മൾ ക്ലോസ് ആയി. എന്റെ ഒരു മറുവശം പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയ പേടിയില്ലാത്തത് വേറെ വശം. പക്ഷെ ദൈവത്തെ സ്നേഹത്തോട് നമ്മൾ ഭയത്തോടെ വേണം അവനെ സേവിക്കാൻ. ഓക്കെ. ഞാൻ ഈ പഴയ നിയമ വിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞു വരികയല്ല കേട്ടോ. നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സെർവന്റ് മെന്റാലിറ്റി ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്തുവാ?
ഇവിടെ പുത്രത്വം കർത്താവ് നമുക്ക് തന്നു. അവിടെ പഴയ നിയമത്തിൽ ദാസത്വമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമുക്ക് കർത്താവ് പുത്രത്വം തന്നു. പുത്രൻ എവിടെ കിടക്കുന്നു, പുത്രൻ എവിടെ കിടക്കുന്നു, ദാസൻ എവിടെ കിടക്കുന്നു. എന്തോ വ്യത്യാസമാണ്. ഈ ഒരു മെന്റാലിറ്റി നമ്മുടെ അകത്തോട്ട് വരട്ടെ. ഞാനൊരു ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഞാൻ ആരല്ല, ഞാനൊരു ദാസനല്ല. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദാസന്മാരായിട്ടല്ല, ഞാൻ പിതാവിനോട് അറിയിച്ചതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കും. സോ വി ആർ ദ ഫ്രണ്ട്സ് ഓഫ് ജീസസ്, വി ആർ ദ ഫ്രണ്ട്സ് ഓഫ് ഗോഡ്. ഇത്രയും വലിയവനായ ദൈവത്തിന്റെ സ്നേഹിതന്മാരാകാനുള്ള ആ പദവി നമുക്ക് എവിടെ കിട്ടി? ദൈവരാജ്യത്തിനകത്ത് നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സംഭവമൊക്കെ വരുന്നുണ്ടോ? ഇനി നിങ്ങൾ പറയും, അങ്ങനെ പാസ്റ്റേ പഴയ നിയമത്തെ അങ്ങനെ തള്ളി പറയല്ലേ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ഇവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. പഴയ നിയമം മുഴുവൻ നമുക്ക് ദൃഷ്ടാന്തം, പഴയ നിയമം മുഴുവൻ നമുക്ക് ദൃഷ്ടാന്തമാണ്. അത് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക. ഉദാഹരണം പറയാം, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പുതിയ നിയമത്തിൽ പൗലോസ് പറയുക, അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അത് ഞാൻ പറഞ്ഞ അതിനകത്ത് പഠിക്കാനില്ലെന്നല്ല പറഞ്ഞു, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, യേശു എവിടെയെങ്കിലും മോശയെ കുറിച്ച് പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ടോ? യേശു എവിടെയെങ്കിലും ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചു? അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പഴയ നിയമത്തിൽ നല്ലൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനാണ്, ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അബ്രഹാമിനെ പോലെ ആകണമെന്നില്ല കർത്താവ് പറഞ്ഞു. മോശ നല്ലൊരു ലീഡർ ആയിരുന്നു, അതുകൊണ്ട് മോശയെ പോലെ ആകണമെന്നില്ല കർത്താവ് പറഞ്ഞു. ദാവീദ് നല്ലൊരു രാജാവായിരുന്നു, അതുകൊണ്ട് ദാവീദിനെ പോലെ ആകണമെന്നില്ല കർത്താവ് പറഞ്ഞു. കർത്താവ് ഒറ്റ മോഡലാണ് വെച്ചത്, എന്നെ പോലെ ആകാൻ. ഓക്കെ, എല്ലാവരും ചെവി തുറന്ന് നല്ലപോലെ കാര്യം കേട്ടെ. ഞാനൊരു പുതിയ നിയമത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം. മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ദാവീദിനെ പറ്റി ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നില്ലേ? ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഓക്കെ, നമ്മള് അപ്പോസ്തല പ്രവൃത്തിയില് ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് സ്തെഫാനോസ് ആണ് സംഭവം പറയുന്നത്. അദ്ദേഹം ദൈവത്തിന്റെ ഹിതമൊക്കെയും ചെയ്തു, ദൈവത്തിന്റെ ഹിതമൊക്കെയും ചെയ്തു. തന്റെ ആയുസ്സിൽ മുഴുവൻ അവന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് ചുരുക്കി ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഈ പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പഴയ നിയമത്തെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഴയ നിയമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ആയതാണ്. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. യേശു കോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോസ്തലന്മാർ കോട്ട് ചെയ്തിട്ടുണ്ട്, പൗലോസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എന്തുവാ, ഇതിന്റെ ബേസ് ഇതാ. പഴയ നിയമം ഇല്ലെങ്കിൽ നമുക്ക് പുതിയ നിയമം ഇല്ല, ബേസ് ഇല്ല. യേശുവിനെ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പാപത്തെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ? ന്യായപ്രമാണം നമുക്ക് പാപത്തെ പറഞ്ഞു തന്നത്. ന്യായപ്രമാണം ഇല്ലേ പാപത്തെ നമുക്ക് അറിയത്തില്ല. ഇതെല്ലാം നമ്മുടെ ബേസാ. പക്ഷേ ഈ നിഴലിന് ഒറിജിനലിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഒറിജിനൽ മാറ്റി വെച്ചിട്ട് നിഴലിന് കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത്രയും പിടികിട്ടിയോ? പഴയ നിയമം വേണ്ടെന്നോ പ്രസംഗിക്കണ്ടെന്നോ ഇല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. യേശുവിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം ദാവീദിന് കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റി. യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ മോശയ്ക്ക് കൊടുക്കുമ്പോൾ തെറ്റി. അത്ര മാത്രം ഞാൻ പറഞ്ഞു. അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനും ദാവീദിനെ കുറിച്ചോ യോസഫിനെ കുറിച്ചോ ഒക്കെ നമ്മൾ യൂത്തിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആ പ്രിൻസിപ്പിളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും പഠിപ്പിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ യേശുവിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം ഇന്ന് പെന്തക്കോസ്തുകാർ കൊടുക്കുന്നില്ല. ആ ഒരു മേഖലയിലാണ് നമുക്കൊരു മാനസാന്തരം വേണ്ടിയത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് വരുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറെ കൂടെ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ കർത്താവ് ഏറ്റവും ആദ്യം പ്രസംഗിച്ചു തുടങ്ങുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ദൈവരാജ്യത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചത് മാത്രമല്ല, തന്റെ ശിഷ്യന്മാരോടും ഇത് തന്നെ പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കുറെ പേരുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ പേരാണ് കിങ്ഡം ഓഫ് ഗോഡ്. അത് മത്തായി സുവിശേഷം 19:23 കാണാം. ഇനി അതേ വാക്യത്തിൽ തന്നെ ദൈവരാജ്യം എന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും 2 പദം ആ വാക്യത്തിനകത്ത് കാണാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യം വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ വേഗത്തിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. മത്തായി സുവിശേഷം 19-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം വായിക്കുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും കിങ്ഡം ഓഫ് ഹെവൻ ഈ 2 പദം നമുക്ക് ഇവിടെ കാണാം. മൂന്നാമത്തെ ദൈവരാജ്യത്തിന്റെ ഒരു പേരാണ് കിങ്ഡം ഓഫ് സൺ, പുത്രന്റെ രാജ്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. അവിടെ മറ്റൊരു പേര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് രാജ്യം. പക്ഷെ ആ രാജ്യത്തിന് വിളിക്കുന്ന പേര് പൗലോസിന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് പുത്രന്റെ രാജ്യം. അവൻ നമ്മളെ എന്ത് ചെയ്തു? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. ഇനി സങ്കീർത്തനങ്ങളുടെ പുസ്തകം സങ്കീർത്തനങ്ങൾ 22-28 വായിക്കുമ്പോൾ അവിടെ ഒരു രാജ്യത്തെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. കിങ്ഡം ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ രാജ്യം. സങ്കീർത്തനം 22-28. മറ്റൊരു രാജ്യത്തെ കുറിച്ച് മറ്റൊരു രാജ്യമല്ല, ഇത് തന്നെയാണ് രാജ്യത്തിന്റെ വേറൊരു പേരാണ്. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കാണാം കിങ്ഡം ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ രാജ്യം. ഈ നീതി എന്താണെന്നുള്ള നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ ചിന്തിക്കാനായിട്ട് അധികം അവസരം തന്നാൽ നമ്മൾ ചിന്തിക്കും. നീതിയുടെ രാജ്യം. ഓക്കെ, അടുത്തത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കിങ്ഡം ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജ്യം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രിൻസ് ഓഫ് പീസ് എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കിങ്ഡം ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജ്യം എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കിങ്ഡം ഓഫ് സെയിൻസ്, വിശുദ്ധന്മാരുടെ രാജ്യം എന്ന് കാണാൻ പറ്റുന്ന ഒരു വാക്ക് അവിടെയുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാമത്തെ വാക്യം, കിങ്ഡം ഓഫ് സെയിൻസ്. 2 പത്രോസ് 1:11 വായിക്കുമ്പോൾ 2 പത്രോസ് 1:11 അവിടെ നമുക്ക് കാണാം ഇറ്റേണൽ കിങ്ഡം, നിത്യമായ രാജ്യം, ഇറ്റേണൽ കിങ്ഡം. പിന്നെ ഒന്നുള്ളത് കൊലോസ്യ ലേഖനം 1:12 കാണാൻ പറ്റുന്നുണ്ട് കിങ്ഡം ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ രാജ്യം, കിങ്ഡം ഓഫ് ലൈറ്റ്. 1 പത്രോസ് 2:9 ആ വാക്യം കാണാൻ പറ്റും. എഫേസ്യ ലേഖനം 5:8 കാണാം. 1 പത്രോസ് 2:9, എഫേസ്യ ലേഖനം 5:8. ഈ വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ രാജ്യത്തെ കുറിച്ച് കാണാൻ പറ്റും, പ്രകാശത്തിന്റെ രാജ്യം. ഒരിക്കൽ കൂടെ പറയാം, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. കിങ്ഡം ഓഫ് സൺ, പുത്രന്റെ രാജ്യം. കിങ്ഡം ഓഫ് ലോർഡ്, കർത്താവിന്റെ രാജ്യം. കിങ്ഡം ഓഫ് റൈച്ചസ്നെസ്, 5-ാമത്തത് നീതിയുടെ രാജ്യം. 6-ാമത്തത് കിങ്ഡം ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജ്യം. 7 കിങ്ഡം ഓഫ് സെയിൻസ്, വിശുദ്ധന്മാരുടെ രാജ്യം. അടുത്തത് 8-ാമത്തത് കിങ്ഡം ഓഫ് ഇറ്റേണൽ കിങ്ഡം, നിത്യമായ രാജ്യം. 9-ാമത് നമ്മൾ പറഞ്ഞത് കിങ്ഡം ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ രാജ്യം. ഓക്കെ, അത്രയും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കർത്താവ് തന്റെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് നിർത്തിയ ഭാഗം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളിപ്പോ ജീവിക്കുന്നത് ബൈ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഇനി വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞിട്ട് മുൻപോട്ട് പോകണം. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ് ഒന്ന് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്മള് പിശാചിന്റെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഈ ലോകത്തിന്റെ ഒരു രാജ്യത്തിൽ ആയിരുന്നു. ആ രാജ്യം ഇൻവിസിബിൾ ആണ്. ഈ ലോകത്തിൽ പൊതുവെ നമ്മൾ ചെന്ന് നോക്കിയാൽ 2 രാജ്യത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 2 രാജ്യം വിച്ച് ഈസ് ഇൻവിസിബിൾ, കാണാൻ പറ്റാത്ത 2 രാജ്യങ്ങളാണ് പൊതുവെ ഉള്ളത്. ഒന്ന് പുത്രന്റെ രാജ്യം അഥവാ ദൈവത്തിന്റെ രാജ്യം, യേശുവിന്റെ രാജ്യം, ദൈവരാജ്യം. അത് കാണാൻ പറ്റുന്നതല്ല, അത് ആത്മീയമാണ്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യമുണ്ട്, കിങ്ഡം ഓഫ് സൈറ്റൻ, പിശാചിന്റെ രാജ്യം, അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ വാഴുന്ന, ലൂസിഫർ വാഴുന്ന മറ്റൊരു രാജ്യം. ഇങ്ങനെ 2 രാജ്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ 2 രാജ്യങ്ങൾക്കും ഇൻവിസിബിലിറ്റി ആണ്. ഈ 2 രാജ്യങ്ങൾക്ക് അകത്ത് ദൂതന്മാരുണ്ട്. ഈ 2 രാജ്യങ്ങളും ഇൻവിസിബിൾ ആണ്. പക്ഷേ ഇൻവിസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റാത്ത അദൃശ്യലോ, അത് ഈ ദൈവത്തിന്റെ സൃഷ്ടിക്കാന്നുള്ളതാണ്. നമ്മള് കൊലോസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ദൈവം ദൃശ്യമായതിനെയും അദൃശ്യമായതിനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് 2 ഭാഗങ്ങളുണ്ട്. ദൃശ്യമായത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അദൃശ്യമായതിനകത്ത് പെടുന്നതാണ് ദൂതന്മാരൊക്കെ. ദൂതന്മാരെ, സ്വർഗം, സിംഹാസനം, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈറാർക്കി, അധികാരങ്ങൾ, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അപ്പം ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് അങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ആ ഇൻവിസിബിൾ, അദൃശ്യമായ ലോകത്തിനകത്ത് 2 പാർട്ടുണ്ട്. ഒന്ന് ദൈവത്തിന്റെ രാജ്യം അഥവാ ദൈവം
രാജാവായി ഭരിക്കുന്ന രാജ്യം. ആ രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത്. അതും ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റത്തില്ല. അതുപോലെ പിശാചിന്റെ രാജ്യം, അത് ലൂസിഫറാണ് നേതാവായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക ദൂതന്മാർ, ലൂസിഫർ എന്ന ഒരാളിനെ കുറിച്ച് പറയുന്നു, അവന്റെ അനേകതി ദൂതന്മാർ അതിനകത്തുണ്ട്, അവരാണ് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കാം. ഇങ്ങനെ രണ്ട് ലോകങ്ങൾ, അതിന് നമ്മൾ അദൃശ്യ ലോകം എന്ന് പറയും. ഈ അദൃശ്യ ലോകം പൊതുവെ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലുള്ള അദൃശ്യ ലോകത്തിന്റെ ചില പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ആത്മമണ്ഡലത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈസിലി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അദൃശ്യ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദൃശ്യ ലോകത്തിന് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് വിസിബിൾ ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അദൃശ്യ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അധികാരങ്ങൾ, അതിന്റെ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാകും? വിസിബിൾ ലോകത്തിലുണ്ടാകും. അത്ര മതിമതിക്കൊന്നും മനസ്സിലാക്കി കാണാൻ സാധ്യതയില്ല. ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. നമ്മളിപ്പോ മുറിക്കകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ലോകത്തിൽ ആരും കാണുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഏലിയാവ് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അകത്തെ പ്രാർത്ഥിക്കും, പുള്ളി മനസ്സിലാ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദമില്ല, പുറത്ത് പറയുന്നില്ല, അകത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എവിടെയാ റിലീസ് ആവുന്നേ? ആത്മമണ്ഡലത്തിലാണ് റിലീസ് ആകുക. ഈ ആത്മമണ്ഡലത്തിൽ റിലീസ് ആകുന്ന കാര്യം എവിടെ വിസിബിൾ ആവുന്നേ? ഓക്കെ, ഇനി കുറെ കൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറയാം. നമ്മൾ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എഫീസ് ലേഖനം എന്ന് എടുത്താൽ ഒരു കുറെ കൂടെ ഒന്ന് മനസ്സിലാവുന്ന ഒരു വാക്ക് അതിനകത്തുണ്ട്. എഫീസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നോക്കട്ടെ. എഫീസ് ലേഖനത്തിന്റെ അവസാന അധ്യായം, അവിടെ 16-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. എന്തോ സംഭവം? എല്ലാറ്റിനും മീതെ, അവിടെ സർവായുധ വർഗത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് അവസാനം വന്നിട്ട് പറയുകയാണ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ പരിചയമൊന്നുമല്ല. ഈ സാധനം എന്തുവാ? നമ്മുടെ ആത്മ മനുഷ്യന് തന്നിരിക്കുന്ന കവചങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് പരിച. ആ പരിചയം എന്തുവാണ്? നമ്മുടെ വിശ്വാസമാണ്. ആ പരിചയ്ക്ക് എന്തോ കപ്പാസിറ്റി ഉണ്ട്. ദുഷ്ടന്റെ തീയമ്പൊക്കെ വരുമ്പം അതിനെ കെടുക്കാനുള്ള വിശ്വാസമുണ്ട്, അതിനെ കെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? പിശാച് ഇങ്ങനെ ഇരുന്ന് തീയമ്പ് വിട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കുറെ മിസൈൽ എല്ലാം കൂടെ പഠിച്ചിട്ട് കൊണ്ട് വിടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, എന്തോ ഈ തീയമ്പ് എന്ന് പറയുന്ന സാധനം നമുക്കെതിരായിട്ടുള്ള ഓരോ പിശാചിന്റെ തന്ത്രങ്ങളെന്ന് അർത്ഥം. അത് ചിലപ്പം രോഗമായിരിക്കാം, ചിലപ്പം ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ നമുക്കെതിരായിട്ട് ആകുന്നതായിരിക്കാം. അത് മോസ്റ്റ്ലി വിസിബിൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തീയമ്പുകൾ നമുക്കെതിരായിട്ട് വരുമ്പോൾ ഇതിനെല്ലാം തകർക്കാനുള്ള കപ്പാസിറ്റി എവിടെയുണ്ട്? എന്റെ അകത്തുള്ള വിശ്വാസത്തിനുണ്ട്. ആ വിശ്വാസം വിസിബിൾ അല്ല, ആർക്കും കാണാൻ പറ്റത്തില്ല, ലോകത്തിൽ ആർക്കും കാണത്തില്ലത്. അത് എന്റെ അകത്തുള്ള വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസത്തിന് എന്തോ കപ്പാസിറ്റി ഉണ്ട്? പിശാചിന്റെ തീയമ്പുകളെ മുഴുവൻ കെടുക്കാനുള്ള വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലായോ? ആത്മമണ്ഡലത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് പോലും, ഇപ്പൊ ഉദാഹരണം പറയാം, എനിക്കെതിരായിട്ട് പിശാച് ഒരു തീയമ്പ് വിട്ടു, എന്നെ രോഗിയാക്കാൻ വേണ്ടി വിട്ടു. അപ്പൊ ഞാൻ അകത്തൊന്ന് വിശ്വാസത്തോടെ പറയുക, പിശാചിന് എന്നെ രോഗിയാക്കാൻ പറ്റത്തില്ല, ഞാൻ രോഗിയാകത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അകത്ത് വിശ്വസിച്ചതേ ഉള്ളൂ. എന്തോ സംഭവിച്ചു? പിശാച് വിട്ട് ആ തീയമ്പ് നശിച്ചുപോയി. അല്ലെങ്കിൽ ഞാൻ രോഗി ആയെന്ന് വിചാരിച്ചു, രോഗി ആയിരുന്ന സമയത്ത് എന്നെ യേശു സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വസിച്ച സമയത്ത് സൗഖ്യമായി. ഞാൻ വിശ്വസിച്ചത് എവിടാ? എന്റെ ആത്മാവിലാണ് ഞാൻ വിശ്വസിച്ചത്. ലോകത്തിൽ ആരും കണ്ടില്ല, കേട്ടില്ല, ഒന്നുമില്ല. ഞാൻ അകത്ത് വിശ്വസിച്ചു, ആത്മമണ്ഡലത്തിലാണ് ഞാൻ വിശ്വസിച്ചത്. അതിന്റെ റിസൾട്ട് വന്നപ്പോ എവിടെ വന്നു? റിസൾട്ട് വന്നപ്പോ എന്റെ ശരീരത്തിൽ റിലീസായി, ശരീരത്തിൽ വിസിബിളായി. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തി ആത്മമണ്ഡലത്തെ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ഞാൻ എവിടെ കൽപ്പിക്കുന്നത്? പിശാചിനെ ആർക്കും കാണാൻ പറ്റത്തില്ല, പിശാച് ഇൻവിസിബിളാ. ഈ വ്യക്തി അകത്ത് കയറി കാണിക്കുന്ന കോപ്രായങ്ങൾ നമുക്ക് കാണത്തുള്ളൂ. ഞാൻ ആത്മമണ്ഡലത്തിൽ ആ പിശാചിനോട് കൽപ്പിക്കുക വിട്ടുപോകാൻ. അപ്പം അതിന്റെ റിസൾട്ട് കാണുന്ന എവിടാ? വിസിബിൾ ലോകത്തില്. ഓക്കെ, ഞാൻ ആ പ്രിൻസിപ്പിളിലേക്ക് വീണ്ടും വരാം. അദൃശ്യ ലോകത്തിൽ നമ്മൾ എന്ത് കൽപ്പിക്കുന്നോ, ആത്മലോകത്തിൽ എന്ത് കൽപ്പിക്കുന്നോ, അതിന്റെ റിസൾട്ട് വിസിബിൾ ലോകത്തിലുണ്ടാവും.
നീ കുറെ മനസ്സിലാത്ത ഭാഷ പറയാം. ഒരാൾ സാമ്പത്തികമായി തകർന്നു കിടക്കുക, ഞാൻ യേശുവിന്റെ നാമത്തിൽ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു പോകുന്നു. ഒരു 2 മാസം കഴിഞ്ഞ് അടുത്ത മാസം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തുമായിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്? അവിടെ ഇല്ലാത്ത സാധനമൊക്കെ വന്നു, വണ്ടി വന്നു, വീട് വന്നു, നല്ല കാര്യങ്ങളൊക്കെ വന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ ഞാൻ കൽപ്പിച്ച കാര്യത്തിന്റെ റിസൾട്ട് എവിടെ വന്നു? മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അദൃശ്യമായ ദൈവരാജ്യമാകുന്ന ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവം നേതൃത്വം നൽകുന്ന യേശു കർത്താവ് രാജാവായി വാഴുന്ന ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മള് സ്പിരിറ്റിൽ എവിടെയാ, ശരീരം കൊണ്ടല്ല പ്രവേശിക്കുന്നത്. എവിടെയാ പ്രവേശിക്കുന്നത്? ആത്മാവ് കൊണ്ടാണ് പ്രവേശിക്കുന്നത്. എങ്ങനെ പ്രവേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആത്മാവിനാൽ ജനിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. നിങ്ങളെ വാക്യം ഒന്ന് വായിച്ച്, യോഹന്നാന്റെ സുവിശേഷം 3:3 ഒന്ന് വായിച്ച്. ദൈവദിനത്തിനകത്തൊക്കെ എന്തെല്ലാം മർമ്മീയ രഹസ്യങ്ങൾ കിടക്കണമെന്നറിയാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ വായിച്ചു വിടുന്നതുകൊണ്ട് നമുക്ക് ഇതേകൊണ്ട് പിടികിട്ടത്തില്ല, പലപ്പോഴും അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. 3:3 ഇങ്ങനെ വായിക്കുന്നു. നിക്കോദീമോസ് യേശുവിന്റെ അടുക്ക് വരിക. യേശുവിന്റെ അടുക്ക് വരുമ്പോൾ എന്തുവാ യേശുവിനോട് ചോദിക്കുന്നത്? നിക്കോദീമോസ് യേശുവിന്റെ അടുക്ക് വരുമ്പോ എന്തുവാ ചോദിക്കുന്നത്? ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് അതിന്റെ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദീമോസ് എന്ന പേരോട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നബി, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്ത അടയാളങ്ങളൊക്കെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസ് അവനോട്, വൃദ്ധനായ ശേഷവും ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുക, യേശുവിനോട് ചോദിക്കുക, ഈ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും ഇവിടെ നോക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പെന്തക്കോസ്തരെ കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ എന്നെ വിചാരിക്കല്ലേ, അങ്ങനെ മുദ്ര അടിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. നിക്കോദീമോസ് എന്തിനാ യേശുവിന്റെ അടുത്ത് വന്നേ? ദൈവരാജ്യത്തിനകത്ത് കടക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ. നമ്മൾ യേശുവിന്റെ അടുത്ത് വന്ന എന്തിനാ? കർത്താവേ, യേശുവിന്റെ അടുത്ത് വന്ന സൗഖ്യം കിട്ടുമെന്ന് എനിക്കറിയാം, അനുഗ്രഹം കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വന്നത്. നമ്മുടെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ജനറലി ഞാനൊരു കാര്യം പറയാം. മിക്കവാറും ആൾക്കാർ എന്തിനാ പള്ളി പോകുന്നേ? നമ്മള് സൺഡേ ആരാധന മുടക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ആരാധന മുടക്കിയാൽ അത് ജീവിതത്തിൽ നന്മയാകത്തില്ല, അനുഗ്രഹമാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരാധന മുടക്കാത്തത്. എന്തേലും നിവൃത്തി ഉണ്ടായിരുന്നു നമ്മൾ മുടക്കിയാൽ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നാൽ കണ്ടാൽ അറിയാം, ഞായറാഴ്ച കല്യാണം ഉണ്ടെങ്കിൽ ഒരു മട്ടൻ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകും. ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ കുറ്റം പറയല്ല, ഞാൻ ഹിന്ദിക്കാരാണല്ല വർക്ക് ചെയ്യുന്നത്, എന്നാലും സത്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റും. ഈ യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നതേ, യേശുവും തന്റെ യേശുവിന്റെ കൂടെ വന്ന ആൾക്കാരോട് എന്താ പറഞ്ഞു? നിങ്ങൾ എന്റെ വചനം കേൾക്കാനൊന്നും അല്ല നിങ്ങൾ എന്റെ കൂടെ വരുന്നത്, നിങ്ങൾ ഈ അപ്പം തിന്നാൻ എന്റെ കൂടെ വരുന്നത് എനിക്കറിയാം. ഇന്നുകൊണ്ട് ഈ പാർട്ടികള് നോർത്ത് ഇന്ത്യയിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു, മോനെ ഇടിച്ച് പിന്നെ ആൾക്കാരെ കൊണ്ട് പിന്നെ നിൽക്കാൻ കാണത്തില്ല. അത് പിന്നെ എല്ലാ വഴിയെ പോകുന്ന സകലങ്ങളും കയറി വരും. ഇവിടെ കാണുന്നൊരു പ്രതിഭാസം, അത് സ്ഥിരം പല്ലവിയാണ്. അപ്പം നിക്കോദീമോസ് യേശുവിന്റെ അടുക്ക വന്ന് എന്തിനാ? ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ കടക്കാനാണ്, അതെങ്ങനെ ഒന്ന് അറിയണം. അതിനുവേണ്ടിയാ വന്നത്. മിക്കവാറും ആൾക്കാർ വരുന്നത് എന്തിനാ? എനിക്ക് അനുഗ്രഹവും നന്മയും കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ സൗഖ്യം വേണം, വിടുതലിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്ക വന്നു. അപ്പൊ യേശു പറയുന്ന കാര്യം എന്താണ്? 2 കാര്യം അവിടെ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പൊ ദൈവരാജ്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പുതുതായി ജനിച്ചാല് ദൈവരാജ്യം കാണാം. പക്ഷെ കയറിയില്ല, പ്രവേശിച്ചില്ല കേട്ടോ. ഇനി അടുത്ത വാക്യം വായിച്ചേ. യേശു അതിന്റെ 4-ാമത്തെ വാക്യം, നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുന്നില്ല. ദൈവരാജ്യം, അപ്പം ഒരാൾ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം, ആത്മാവിൽ ജനിച്ചാൽ ദൈവരാജ്യത്തിനകത്ത് കയറാം. എന്റെ വ്യത്യാസം പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് ശരീരം കൊണ്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് ശരീരം കൊണ്ടല്ല. എവിടെ കൊണ്ടാണ് പ്രവേശിക്കുന്നത്? ആത്മാവ് കൊണ്ട് പ്രവേശിക്കണം. അപ്പൊ നമ്മൾ മിക്കവാറും പെന്തക്കോസ്തുകാരുടെ കളി മൊത്തം എവിടാന്നറിയോ? ഈ ദൈവരാജ്യത്തിനകത്ത് പുറത്തു വന്നിട്ടുള്ള കളിയാ. ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ബോൺ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോ ജനിച്ചു വീഴുന്ന എങ്ങോട്ടാ?
എന്ന് പറഞ്ഞാൽ യേശു ആകുന്ന വാതിലിലൂടെ, യേശു ഈസ് എ ഡോർ, യേശു ഡോർ വാതില. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വാതിലാകുന്നു. എന്തോ വാതിലിന്റെ അർത്ഥം? ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വാതില ഞാൻ. ആ വാതിലിലൂടെ ജനിച്ച നമ്മൾ അകത്തേക്ക് വീഴുന്നേ. ആ രാജ്യത്തിനകത്തേക്ക് ജനിച്ചു വീണ് കഴിയുമ്പോൾ ആ രാജ്യത്തിനകത്ത് സ്പിരിച്വലി നമ്മൾ അംഗമായി തീരുക. കാരണം കർത്താവ് സ്പിരിറ്റാ. ആ ദൈവരാജ്യത്തിനകത്ത് ഓപ്പറേഷൻ മൊത്തം സ്പിരിറ്റ് ഉള്ളതിനകത്താണ്. അതുകൊണ്ടാ പെന്തക്കോസ്തുകാർ മിക്കവാറും സഭയിൽ പോയി അടി ഉണ്ടാക്കുന്നത്. യുവമാർക്ക് ഈ പണിയൊന്നും പിടിയിട്ടിട്ടില്ല. ആത്മാവിൽ അവിടെ സംഭവം നടക്കുന്നൊന്നും പിടിയിട്ടില്ല. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ആത്മാവിലാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും, ആത്മാവിലാണ് നമ്മൾ മിണ്ടാതിരിക്കും. നമ്മൾ ജഡത്തിൽ പ്രതികരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ സ്പിരിറ്റുകളെല്ലാം പിടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പഴയ നിയമത്തിനകത്ത് കിടക്കുക. അവിടെ കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, അടി കൊടുത്ത് അടി, ഇടിക്ക് പകരം ഇടി. ഇതെന്നല്ലേ ഇന്നും സഭയിൽ നടക്കുന്നത്. നമ്മളിൽ മിക്ക ആൾക്കാരും ഈ തലത്തിലല്ലേ ഇപ്പോഴും ജീവിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തിരിച്ചു പറയും. കാരണം എന്തുവാ? നമ്മളിപ്പോഴും ജഡത്തിന്റെ ലെവലിലാണ് ജീവിക്കുന്നത്. ദൈവരാജ്യത്തിനകത്ത് പരിപാടിയില്ല. ദൈവരാജ്യത്തിനകത്ത് നമ്മളുടെ ശരീരം ഡെഡാ. ഞാനതിന് ഒന്ന് രണ്ട് തെളിവും കൂടെ പറയാം. കർത്താവ് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കർത്താവ് ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കണ്ട. നമുക്ക് പിന്നീട് ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം അത് വിശദീകരിച്ച് പറഞ്ഞോളാം. ഇപ്പൊ ഈ ഒരു ഭാഗം പറയാൻ വേണ്ടി പറയാം. കർത്താവ് പറഞ്ഞ എന്തുവാ? ഇവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണത്തിനകത്ത് പറയുന്നത് എന്തുവാ? ഒരുവൻ ശരീരം കൊണ്ട് ഒരു പാപം ചെയ്താൽ അതിനെ പാപമായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ ഞാൻ പറയുന്നത് എന്തുവാ? ഞാൻ പറയുന്ന രാജ്യത്തിനകത്ത് അങ്ങനെയല്ല സംഭവം. ഞാൻ പറയുന്ന രാജ്യത്തിനകത്ത് ഒരാള് മനസ്സുകൊണ്ട് ഒരു കാര്യം ചിന്തിച്ചാൽ അതിനെ പാവമായിട്ട് കൺസിഡർ ചെയ്യും. കാരണം എന്തുവാ? അത് സ്പിരിറ്റിൽ അകത്താ സംഭവിക്കുന്നത്. ഫിസിക്കലി സംഭവിക്കുന്ന കാര്യത്തിനെ അല്ല അവിടെ പാവമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആത്മഹത്യത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ അവിടെ കൺസിഡർ ചെയ്യും സ്വർഗരാജ്യത്തിൽ. അതുകൊണ്ടകത്ത് പിന്നെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. ലൂസിഫർ എപ്പോഴാ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട് താഴോട്ട് വീണത്? പുള്ളി ഫിസിക്കലി പാവം വല്ലതും ചെയ്തോ? ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മുകളിൽ കയറിയില്ല, തെറ്റൊന്നും ചെയ്തില്ല, ഫിസിക്കലി ഒന്നും ചെയ്തില്ല. പുള്ളി എന്തോ ചെയ്തപ്പോഴാ ദൈവം എന്നെ തള്ളിക്കളഞ്ഞേ? മനസ്സിൽ ചിന്തിച്ചപ്പോ ദൈവം തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആത്മറലത്തിനകത്ത് ദൈവരാജ്യം, ഇതൊരു ഭയങ്കര മിസ്റ്ററി ആട്ടോ. ഇതൊന്ന് മനസ്സിലാക്കിയ പകുതി പാപം ചെയ്ത പരിപാടി നമ്മൾ നടത്തും. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ വ്യഭിചാരം ചെയ്താലല്ലേ ഉള്ളു പാപം, തെറ്റ് ചെയ്താലല്ലേ ഉള്ളു പാപം. നോ, ആത്മറലത്തിനകത്ത് പാപത്തെ കൺസിഡർ ചെയ്യുന്ന എവിടെയെന്നറിയോ? മനസ്സിനകത്ത് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇത് കൺസിഡറായി, അത് പാവമായിട്ട് കൺസിഡറായി. കാരണം ആത്മറലത്തിൽ ദൈവരാജ്യത്തിനകത്ത് നമ്മുടെ ശരീരത്തിനല്ല പ്രാധാന്യം, നമ്മുടെ ആത്മാവിനാ പ്രാധാന്യം. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞേ? അബ്രഹാമിനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയേ, വെളിയിലോട്ട് നോക്കിയേ, നക്ഷത്രങ്ങളെ കാണാവോ, മണലിനെ കാണാവോ, എന്നിട്ട് അതിനെ കണ്ടോണ്ട് നീ സങ്കല്പിക്കുക എന്തോ സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം. കാരണം ഇതാണ് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതാണ്, ആത്മറലത്തിൽ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതാണ് ഫിസിക്കൽ വേൾഡിൽ റിലീസായി സംഭവിക്കുന്നത്. അപ്പൊ ദൈവം ഇതിനെ നേരത്തെ കൺസിഡർ ചെയ്യുക. മനസ്സ് ഇപ്പൊ വേറൊരു കാര്യം പറയാം. ദാനിയേലിന് എപ്പോഴാ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയേ? 21 ദിവസം ഉപവാസം പുള്ളി ഡിക്ലെയർ ചെയ്തു. എപ്പോഴാ മറുപടി കിട്ടിയ പുള്ളിക്ക്? ദൈവം എപ്പോഴാണ്? പുള്ളിക്കാരന്റെ ഉപവാസത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ ദൈവം എന്ത് ചെയ്തു? ആരംഭത്തിങ്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുള്ളിക്കാരന്റെ ഉപവാസം തുടങ്ങിയില്ല, ആ തുടങ്ങാൻ ഡിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഇരുന്നു എന്ന് വിചാരിച്ചു. ആ ഡിസൈഡ് ചെയ്ത നിമിഷം നമ്മുടെ പുള്ളിയുടെ മനസ്സിൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്തപ്പോൾ ദൈവം അതിനെ സാക്ഷ്യം ചെയ്തു. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇനിയും തെളിവ് പറയാം. കൊലോസ്യ ലേഖനം 3:1 വായിച്ചേ. കൊലോസ്യർ 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾക്ക് ദൈവരാജ്യത്തിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ റിയൽ ഈ കിങ്ഡത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഇവൻ ചിന്തിക്കുന്ന അതുപോലെ ദൈവം ചെയ്തു തരും. ദൈവം ചെയ്തു തരും. അത്രയ്ക്ക് പവറുണ്ട് നിങ്ങളുടെ ചിന്തകൾക്ക്, ഇമാജിനേഷൻ. ഇതൊരു മോട്ടിവേഷൻ പറഞ്ഞ് നിങ്ങളെ ഇളക്കുന്ന പരിപാടിയല്ലത്. ദൈവരാജ്യത്തിനകത്ത് നമ്മുടെ ചിന്തകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ആത്മീകമായത് ചിന്തിക്കുക, ആത്മീകനെ പോലെ ചിന്തിക്കുക. ആത്മീയം എന്ന് പറഞ്ഞാൽ എന്തുവാ? വി ആർ സ്പിരിറ്റ്. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ട തത്വം. നമ്മൾ ദൈവരാജ്യത്തിനകത്താകുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ വാല്യൂ മൊത്തം കുറയുക. ഇതിന്റെ പരിപാടി മൊത്തം ഡെഡ് ആകുക. ഇത് ഹി വിൽ ബി ലൈക്ക് എ ഡെഡ് പേഴ്സൺ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഐ ഡൈ ഡെയിലി.
ഞാൻ ദിവസേന മരിച്ചിട്ട് എന്റെ അകത്തെന്തോ ഐ ആം ബീങ് സ്പിരിറ്റ്, മോർ ഇൻ ടു സ്പിരിറ്റ്. അപ്പൊ നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ് ഇച്ചിരി പിടികിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു, അല്ലെ? നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ചിന്തിക്കണം? ശരീരത്തിൽ നിന്നോട് ചിന്തിക്കല്ലേ, നമ്മൾ എങ്ങനെ ചിന്തിക്കണം? ആത്മാവിൽ ചിന്തിക്കണം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശരീരം എന്തായി? ട്രാൻസ്ഫോംഡ് ആയി. യേശുവിന്റെ ശരീരം കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ കണ്ടപ്പോൾ യേശുവിനെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. പക്ഷെ യേശു ആരായി? ട്രാൻസ്ഫോംഡ് ആയി. ഹെവൻലി ബീയിങ് ആയി യേശു. യേശുവിന്റെ ശരീരം ട്രാൻസ്ഫോംഡ് ആയി മാറി. പക്ഷേ യേശു ആരായിപ്പോ? സ്പിരിറ്റാ. ആ യേശുവിന് വേറൊരു കാര്യം കൂടെ പറയാം. എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, വേറൊരു ദേവദാസൻ കിങ്ഡത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇവിടെ നിന്ന് കോട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. യേശു ബോട്ടിനകത്ത് കിടക്കുക, വള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അവര് പോവാ, ശിശുമാരുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കാറ്റും കോളും വന്നു. യേശുവിന്റെ മേത്ത് വെള്ളം വീഴുന്നുണ്ട്, വള്ളം മുങ്ങാറായി. യേശു ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുക. ശിഷ്യന്മാർ ആ പടം കാർച്ചും കൂച്ചും വേളവും. ഒരു സാധാരണ രീതിയിൽ നമ്മുടെ മാനുഷികമാകുന്ന നിലയിൽ ചിന്തിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, യേശുവിന്റെ മേത്ത് വെള്ളം വീഴുന്നുണ്ട്, ഇത്രയും വലിയ വെള്ളം ഉണ്ടായപ്പോൾ യേശു അറിയാതിരിക്കുമോ? ഇല്ല. യേശു എന്തുവരെന്ന് അറിയാമോ? ഉറങ്ങുക എന്ന് പറഞ്ഞാലും യേശു ആ സമയത്ത് he was in real in that position. യേശു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു പൊസിഷനിലായിരുന്നു യേശു. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഈ ഫുൾ ബോഡി, ശരീരം മുഴുവൻ ഈ ലോകമായിട്ട് കംപ്ലീറ്റ്ലി ഡെഡാ. അദ്ദേഹത്തിന്റെ he was in spirit that time. യേശു ആത്മലോകത്തിലാണ്. ആ ആത്മലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഡെഡായിരിക്കും. ഈ ശരീരത്തിന് ലോകമായിട്ട് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടുന്ന് പിന്നെ യേശുവിനെ വിളിച്ചുണർത്തുമ്പോഴാണ് യേശു കാര്യങ്ങളൊക്കെ അറിയുന്നത്. സോ നമ്മള് ആത്മറിലത്തിലേക്ക് കയറണം. ആത്മറിലത്തിൽ കയറുമ്പോൾ, ഈ ആത്മറിലത്തിൽ കയറി കഴിയുമ്പോൾ, അതായത് ദൈവരാജ്യത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ ഈ ആത്മറിലത്തിനകത്താണ്. ഈ ആത്മറിലത്തിനകത്താകുമ്പോൾ ദൈവമായിട്ട് നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും, നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ഇവൻ മനുഷ്യന്റെ ഹൃദയത്തിൽ നമുക്കെതിരായി നിരൂപിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ മനസ്സിലെ നിരൂപണങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യൻ എനിക്കെതിരായിട്ട് ഒരു കാര്യം തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു. അതെവിടെ നടക്കുന്നത്? അത് ഫിസിക്കൽ വേൾഡിലല്ല സംഭവിക്കുന്നത്, ഇൻവിസിബിൾ വേൾഡിലാണ് സംഭവിക്കുന്നത്. അതിനെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തോ വേണം? ഞാൻ ആ സ്പിരിറ്റിനകത്ത് കയറണം. ഞാൻ ആ സ്പിരിച്വൽ ആത്മമനുഷ്യനായിട്ട് മാറണം. അപ്പോൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റും. യേശു അങ്ങനെ ചെയ്തില്ലേ? ശിവന്റെ മനസ്സിലുള്ളതിനെ യേശു ഗ്രഹിച്ചു. എങ്ങനെ ഗ്രഹിച്ചേ? യേശു ആത്മറിലത്തിലായതുകൊണ്ട് ആത്മറിലത്തിൽ നടക്കുന്ന കാര്യം യേശുവിന് അറിയാൻ പറ്റും. പ്രവാചകന്മാർക്കൊക്കെ ആത്മാവിൽ ദൈവം കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഈ സംഭവം? ഇവര് ആത്മറിലത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ ദൈവാത്മാവ് അവർക്ക് വിസിബിൾ ആക്കി കാണിച്ചു കൊടുക്കുക. ദർശനം കിട്ടുന്നു. എന്തോ ഈ ദർശനം? ഇപ്പോ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെല്ലാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എന്തോ സംഭവിക്കുന്നു അവിടെ? പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു ദർശനം കാണുക. ആത്മറിലത്തിൽ സംഭവിക്കുന്ന കാര്യം ഇദ്ദേഹത്തിന് ദൈവം ദർശനത്തിൽ കൊടുക്കുക. ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ആത്മറിലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാപിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ ദൈവരാജ്യത്തിനകത്ത് കയറി ആത്മറിലത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് ഞാനൊരു കാര്യം തുറന്നു പറയുന്നത് തെറ്റിദ്ധരിക്കല്ലേ, എന്നോട് വിഷമം വിചാരിക്കല്ലേ. മിക്കവാറും വിശ്വാസികൾക്ക്, ഒരു 90% വിശ്വാസികൾക്കും ഈ ആത്മറിലം തുറന്നു കിട്ടിയിട്ടില്ല. ആത്മറിലം തുറന്നു കിട്ടിയാൽ നമ്മുടെ വീട്ടിൽ എന്തോ നടക്കാൻ പോകുന്നത് നമുക്ക് ആത്മാവിൽ ദൈവം പറഞ്ഞു തരും. പിശാച് എന്തോ നമുക്കെതിരെ പ്ലാൻ ചെയ്യുന്നത് അത് ദൈവം നമുക്ക് പറഞ്ഞു തരും. ദൈവം എന്തോ നമുക്ക് വേണ്ടി ഇനി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത് അത് ദൈവം നമുക്ക് പറഞ്ഞു തരും. ഇത് അറിയുന്നത് എപ്പോഴാ? നമ്മൾ ആത്മറിലത്തിൽ കയറുമ്പോഴാ. എങ്ങനെ ആത്മറിലത്തിൽ കയറാൻ പറ്റുന്നത്? നമ്മളിങ്ങനെ ചുമ്മാ ആത്മറിലത്തിൽ കയറണം എന്ന് വിചാരിച്ചൊന്നും കയറാൻ പറ്റത്തില്ല. കൂടുതൽ സമയം ദൈവത്തോട് സ്പെൻഡ് ചെയ്യുക. കർത്താവിന്റെ കൂടുതൽ അങ്ങ് സമയം സ്പെൻഡ് ചെയ്യണം. മാക്സിമം സമയം കർത്താവിന്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഈ ദൈവത്തിന്റെ രാജ്യത്തിനകത്തോട്ട് കയറി അവിടെ നമ്മൾ ആത്മാവിൽ നമ്മൾ അവിടെ വാഴാൻ തുടങ്ങും. ആത്മറിലത്തിൽ നമ്മൾ വാഴാൻ തുടങ്ങും. ആത്മറിലത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അത് നിങ്ങളതിന് ശ്രദ്ധിക്കണേ. ഇന്ന് രാവിലെ നമ്മൾ കയറി ഒരു അരമണിക്കൂർ ഇരുന്നു, കർത്താവ് എനിക്ക് ആത്മറിലത്തിൽ കയറണം എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. വി ആർ യൂസ്ഡ് ടു ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് പരിചയപ്പെട്ടവരാ നമ്മള്. ഈ പരിചയം കൊണ്ട് നമുക്ക് ആത്മറിലത്തിലോട്ട് കയറാൻ ഇച്ചിരി പാടാം. അതിൽ ഒരു ദിവസം ഇരിക്കണം, 2 ദിവസം ഇരിക്കണം, 2 മണിക്കൂർ ഇരിക്കണം, കുറെ ദിവസങ്ങൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് സ്ലോലി നമുക്ക് ആ രാജ്യത്തിനകത്ത് കയറാൻ പറ്റുള്ളൂ. ചിലപ്പം പെട്ടെന്ന് പറ്റിയെന്ന് വരും, ചിലർക്ക് പറ്റിയെന്ന് വരും. അപ്പം ആത്മറിലത്തിനകത്തോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ മുറിക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് നമുക്ക് ശരീരത്തിൽ സെൻസ് ചെയ്യാൻ പറ്റും. ആത്മറിലത്തിൽ നടക്കുന്ന കാര്യം
നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട്. നമ്മൾ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി വരുന്ന നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ കർത്താവ് നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ലിറ്ററലി ശരീരത്തിൽ ഫീൽ ചെയ്യും. പ്രൈസ് ഗോഡ്. ആ ഒരു തലത്തിലോട്ടൊക്കെ നമ്മൾ കയറണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കിടന്ന് കളിക്കുന്ന മൊത്തം ഈ ജഡത്തിന്റെ ലെവലില, ഈ ജഡത്തിന്റെ റിലത്തിനകത്ത് നമ്മളിപ്പോ കിടന്ന് കളിക്കുന്നത് മൊത്തം ഇതിനെല്ലാം പൊട്ടിക്കണം. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ഓക്കെ. ഇനി ഈ മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ടല്ലോ, പിശാചിന്റെ ഒരു ലോകമുണ്ട്, ദൈവത്തിന്റെ ഒരു ലോകമുണ്ട്. ഈ ദൈവത്തിന്റെ ലോകമാണ് ആത്മലോകം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കയറണം. അതിനകത്ത് കയറുന്നത് എങ്ങനെയാ? രണ്ട് പ്രോസസ്സിലൂടെ. ഒന്ന് കാണാൻ പറ്റും, നമ്മൾ വീണ്ടും ജനിച്ചാൽ, ആത്മാവിൽ ജനിച്ചാൽ ആത്മമനുഷ്യനായിട്ട് നമ്മൾ മാറുക. അങ്ങനെ മാറുമ്പോൾ നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുക. മിക്കവാറും ആൾക്കാർ വീണ്ടും ജനിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരമൊക്കെ ഉണ്ടായി അത്യാവശ്യം. പക്ഷെ ഈ ആത്മമനുഷ്യനായിട്ട് മാറിയിട്ടില്ല. നിക്കോദോസിനോട് കർത്താവ് എന്താ പറഞ്ഞേ? ആത്മാവിനാൽ ജനിക്കണം, ബോൺ ഇൻ സ്പിരിറ്റ്. ആ സംഭവം നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്തുള്ളൂ. അപ്പൊ മിക്കവാറും ബന്ധുക്കോസ് ഇതിന്റെ പുറത്തോടെ കടന്ന് കറങ്ങുകയല്ലേ ദൈവരാജ്യത്തിന്റെ? ആണോ അല്ലയോ? ചിന്തിച്ചു നോക്കി. രണ്ട് കാര്യം കർത്താവ് പറയുന്നുണ്ട്, രണ്ടായിട്ട് തന്നെ പറയുന്നുണ്ട്. പുതുതായി ജനിക്കുക, കർത്താവ് പറഞ്ഞ ആത്മാവിനാൽ ജനിക്കണം. ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവുമായിട്ട് അങ്ങനെ കണക്ട് ആയാൽ ഓട്ടോമാറ്റിക്കലി സംഭവം നമ്മളെ അത് ഓപ്പണാവും. ഓക്കെ. ഇനി ഞാൻ പറയാൻ വരുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ആത്മലോകമാണ്. ഇവിടെ എന്തുവാ? കർത്താവ് നമ്മളെ ഭരിക്കുന്നു, കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്നു. ഇതാണ് ആത്മലോകത്തിന്റെ ഒരു വശം. ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ പിശാച്, ഈ ലോകത്തിന്റെ ദൈവമായവൻ അഥവാ പിശാച് ലൂസിഫർ ഭരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാണ് ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടിന്റെ രാജ്യം, പിശാചിന്റെ രാജ്യം എന്നൊക്കെ പറയും. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ രാജ്യം. ഇനി നമ്മൾ ഒരു കാലത്ത് ഈ രാജ്യത്തിനകത്തായിരുന്നു. എഫീസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അങ്ങനെ ഒരു ലോകത്തായിരുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുട്ടിന്റെ രാജ്യത്തായിരുന്നു ഒരു കാലത്ത്. കൊലോസ്യ ലേഖനം 1:13 എടുത്തു വെച്ചോ, ഞാൻ പറയുമ്പോൾ ഒന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം 1:13. അപ്പൊ നമ്മൾ ആ ലോകത്തായിരുന്നു, നമ്മൾ അവിടെ ആയിരുന്നു. ഇന്ന് രക്ഷിക്കപ്പെടാത്തവർ മുഴുവൻ അവിടെയാണ്. അവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ ആത്മാവ് മരിച്ചു കിടക്കുക. എല്ലാ മനുഷ്യന്റെ ആത്മാവ് മരിച്ചു കിടക്കുക. ആത്മാവ് മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ ആ ലോകത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ അവിടെ കിടക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ കേട്ടു. ആ സത്യ വെളിച്ചം നമ്മളിലേക്ക് വന്നു. എവിടാ? ആ ഇരുട്ടിലേക്ക് വന്നു. നമ്മൾ ഇരുട്ടിൽ കിടന്ന സമയത്ത്. ഇനി വായിച്ചേ, ആ വാക്യം വായിച്ചേ. വെളിച്ചത്തിന്റെ അവകാശത്തിന്റെ നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ എന്തോ സംഭവിച്ചത്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിനകത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചു. ഇതൊരു വലിയ പ്രോസസ്സാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തുവാ? നമ്മൾ ഒരു കാലത്ത് ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മളെ ആ രാജ്യത്തിനകത്തുനിന്ന് കർത്താവ് പറിച്ച് നമ്മളെ പുത്രന്റെ രാജ്യത്തിനകത്ത് അഥവാ വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്ത്, സ്വർഗരാജ്യത്തിനകത്ത്, ആത്മലോകത്തിനകത്ത്, കർത്താവിന്റെ രാജ്യത്തിനകത്ത് നമ്മളെ ആക്കി വെച്ചു. ഇനി ഇവിടെ നമ്മൾ വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്കും കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഉദാഹരണത്തിന്, ഞാനൊരു 30 വയസ്സുള്ളപ്പോഴേ രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചു. 30 വയസ്സ് വരെ ഞാൻ എവിടെ ആയിരുന്നു? ഇരുട്ടിന്റെ രാജ്യത്തിനകത്തായിരുന്നു. അവിടെ കിടന്നപ്പോൾ ഞാൻ ചെയ്ത പരിപാടികൾ, കാണിച്ച കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, ഇതെല്ലാം എന്റെ ശരീരത്തിനകത്ത് പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, കള്ളു കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ 30 വർഷം വരെ എനിക്ക് കള്ളു കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. വീട് വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഈ 30 വർഷം വരെ വീട് വലിക്കുന്ന ശീലം എന്റെ ശരീരത്തിനുണ്ട്. പെട്ടെന്ന് ഞാൻ അവിടുന്ന് നേരെ ദൈവരാജ്യത്തിനകത്തേക്ക് വന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. ഇപ്പൊ ഞാൻ ദൈവരാജ്യത്തിനകത്തായെങ്കിലും ഈ ശരീരത്തിന്റെ പ്രാക്ടീസ് മൊത്തം എന്തുവാ? ആത്മാവിന്റെ ശീലം മാറി തുടങ്ങി. ആത്മാവ് ദൈവിക കാര്യങ്ങൾ വചനം വായിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും പള്ളി പോകാനും ഒക്കെ എല്ലാം തുടങ്ങിയത്. പക്ഷെ ഈ ശരീരത്തിന്റെ ശീലം ഇപ്പോഴും എന്തുവാ? നോണ പറഞ്ഞാൽ കൊള്ളാം എന്നൊരു തോന്നൽ ഇപ്പോഴും ഈ ശരീരത്തിനകത്ത് ഉണ്ട്.
വീഡിയോ കാണുമ്പോൾ വലിച്ചാൽ കൊള്ളാവുന്ന ഒരു തോന്നൽ ഈ ശരീരത്തിന് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ തുറന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വരുമ്പോൾ ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ എഫക്ട്. ഈ ശീലം ഒന്ന് മാറി വരണമെങ്കിൽ കുറെ സമയം എടുക്കും, കുറച്ച് നാളെടുക്കും. പെട്ടെന്നൊന്നും മാറത്തില്ല. നമ്മളിങ്ങോട്ട് വന്നു, നാളെ നമ്മൾ വിശുദ്ധനായി തീരത്തൊന്നുമില്ല. തീരുമോ? നമ്മൾ ഇത്രയും കാലം രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും വന്നിട്ട് ഇപ്പോഴും നമുക്ക് പാപം ചെയ്യണമെന്നുള്ള തോന്നൽ ഉണ്ടാവാറില്ലേ? ഇതെന്തുകൊണ്ടാ? നമ്മൾ അവിടെ ശീലിച്ച കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെയും കൊണ്ടുവന്നു. ഇതെന്തോ ചെയ്യണം. നമ്മൾ എന്തിനാ ബൈബിൾ വായിക്കുന്നത്? ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ഈ ശരീരത്തിനകത്ത് കൊള്ളാത്ത പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെന്നും മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മാറ്റിക്കളയാം, പറിച്ചുകളയാം. എന്നിട്ട് ഇവിടെ ഒരു ആത്മമനുഷ്യനായിട്ട് മാറണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനാണ് നമ്മളെ രാജ്യത്തിനകത്ത് ആക്കി വെച്ചേക്കുന്നത്. ഇനി ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിനകത്താ, വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്താ. ഈ വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്ത് ജീവിച്ചോണ്ട് അവിടുത്തെ പ്രാക്ടീസ് വല്ലതും ചെയ്യാറുണ്ടോ? ഇപ്പൊ പബ്ലിക്കലി ചെയ്യാറില്ല, രഹസ്യത്തിൽ ചെയ്യാറുണ്ട് അല്ലെ? പബ്ലിക്കലി നമ്മളെ മിടുക്കന്മാരാണ്. എന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ചർച്ചിലൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വർഗദൂതൻ ഇറങ്ങി നിൽക്കുവാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ പരുവത്തിലാണ് നമ്മുടെ നിപ്പും നടപ്പും ഭാവവും. കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തോ ഭവ്യതയോടെയാണെന്ന് അറിയാം. ഒരു വിശുദ്ധന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ക്ലീൻ ഷേവ് കൂടെ ചെയ്ത് വെള്ളമെടുപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളി ഏതാണെന്ന് ഒരു പിടിയും കേട്ടത്തില്ല. ദൈവരാജ്യത്തിനകത്തായതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടി. അതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ വെള്ളമെടുപ്പിട്ടു, മീശ പഠിച്ചു, ഫുൾ സ്ലീവ് ഇട്ടു, പിന്നെ എന്തുവാ കുറെ റിച്വൽസ് ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. മതത്തിന്റെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ പെന്തക്കോസ്ത് മതത്തിന്റെ ചടങ്ങുകളാണ്. മീശ പഠിക്കുക, വെള്ളമെടുപ്പിടുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അല്ലെ പിന്നെ അതിനെ ഒരു ദാടി വല്ല വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളുണ്ട് കുറെ പെന്തക്കോസ്തിന്റെ ചടങ്ങുകൾ അല്ലെ. പക്ഷെ അകത്തെ മനുഷ്യന്റെ പ്രാക്ടീസ് ഇപ്പോഴും എന്തുവാ? അവസരം കിട്ടിയാൽ ഇപ്പോഴും നുണ പറയും, അവസരം കിട്ടിയാൽ ഇപ്പോഴും വീഡിയോ വലിക്കും, അവസരം കിട്ടിയാൽ ഇപ്പോഴും അനുസരണക്കേട് കാണിക്കും. നമ്മൾ പലപ്പോഴും ഈ പെന്തക്കോസ്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള വലിയ പാപങ്ങളൊക്കെ അങ്ങ് നിർത്തും. എന്നിട്ട് ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അനുസരണക്കേട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹവ്വായെ എന്തുകൊണ്ട് അദ്ദേഹം തോട്ടത്തിൽ പുറത്താക്കിയേ? നമ്മൾ ഈ പറയുന്ന നമ്മൾ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന പാവങ്ങളെല്ലാം ഹവ്വ ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഒരു ചെറിയ പഴം പറിച്ചതേ ഉള്ളൂ. ഒരു ചെറിയ പാവം ചെയ്തേ. അതെന്തുവായിരുന്നു? അതിന്റെ പേരെന്തുവാ? അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് എന്നുള്ളൊരു ചെറിയ പാവമാ ചെയ്തേ. അവരൊറ്റ പാവം ചെയ്തപ്പോ ദൈവം ഇറക്കി വിട്ട് കളഞ്ഞു. ആ ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് മോഡലാണ് ഏദൻ തോട്ടം. ദൈവരാജ്യത്തിന്റെ ബെസ്റ്റ് മോഡലാ ഏദൻ തോട്ടം. ആ തോട്ടത്തിനകത്തുനിന്ന് അവർ പുറത്താക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ് പുറത്തായത്? The reason is disobedience. അനുസരണക്കേട് എന്ന് പറയുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇനി കുറെ കൂടെ ഒന്ന് തെളിച്ച് ഞാൻ ചോദിക്കാം. നമ്മളിപ്പോ ജീവിക്കുന്നത് ദൈവരാജ്യത്തിനകത്താ, നമ്മളിപ്പോ ആയിരിക്കുന്നത് വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്താ. നമ്മുടെ പ്രാക്ടീസ് എന്തുവാ? ആ പണ്ടത്തെ പ്രാക്ടീസ് വല്ലതും ഇപ്പോ ഉണ്ടോ? അനുസരണക്കേടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പ്രൈഡ് കിടപ്പുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വിധേയത്വമില്ലായ്മ കിടപ്പുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദൈവരാജ്യത്തിനകത്ത് കൊള്ളാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് രാത്രി ഉള്ളിൽ പുറകെ പുറത്ത് കളയാം. ഇന്ന് തൊട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം? ജഡീകന്മാരെ പോലെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ആത്മീകന്മാരെന്നപോലെ അല്ല ജഡീകന്മാരോട് ഇത്രയും സംസാരിക്കേണ്ടി വന്നു. കാരണം അവരുടെ കയ്യിലിരിപ്പ് ആ പരിപാടിയാ, ആ തരത്തിലായി പോയി. അപ്പൊ നമ്മൾ ആരായിപ്പോ? നമ്മളെല്ലാവരും ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിനകത്താകുന്ന ഒരു വ്യക്തി ആത്മമനുഷ്യനാണ്. ആരാ? മാൻ ഓഫ് സ്പിരിറ്റ്. വി ആർ സ്പിരിറ്റ്. നമ്മൾ ആത്മമനുഷ്യരാണ്. നമ്മളിപ്പോ കുറച്ച് നാളത്തേക്ക് ഈ ശരീരത്തിനകത്ത് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ ആരാ? ആത്മമനുഷ്യരാ. ഇപ്പം നമ്മുടെ കൺട്രോൾ മൊത്തം ആരുടെ കയ്യിലാണ്? ഇപ്പൊ നമ്മുടെ കൺട്രോൾ മൊത്തം ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ മരിച്ചു, ഞാൻ ഡെഡായി, ഞാൻ തീർന്നു, എനിക്ക് ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ബോഡിയുടെ ഒന്നുമില്ല. മരിച്ചവനെ പോലെ ഞാൻ പ്രതികരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകനെ കുറിച്ച് പറയുന്നത്, എന്റെ ദാസനെ പോലെ ഭോഷനാരുള്ളൂ, അവനെ പോലെ ചെകിടനാരുള്ളൂ. പറഞ്ഞാൽ ഡെഡ് ബോഡിക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ല, ഡെഡ് ബോഡിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ആയിരിക്കണം. ഇങ്ങനെ ഒരു മാനസാന്തരം അകത്ത് നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മാനസാന്തരം അകത്ത് നടന്നെങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭാഗമാകൂ. അല്ലാത്തത് മൊത്തം ഷോ ഓഫ് ആണ്. അല്ലാത്തത് മൊത്തത്തിന് കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്,
കപടഭക്തി. കർത്താവ് അതുകൊണ്ട് പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മുഴുവൻ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. വെള്ള തേച്ച ശവക്കല്ലറ എന്തോന്നറിയോ? അകത്ത് മുഴുവൻ അസ്ഥി കഷ്ണങ്ങളും ചീഞ്ഞ സാധനങ്ങളുമാണ്. യഹൂദന്മാർക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, പഴയ നിയമത്തിൽ പറഞ്ഞു, ശവത്തെ അടക്കിയിരിക്കുന്ന സ്ഥലത്തെ പോലും ചെന്ന് തൊടരുത്. ശവത്തിന്റെ ആ കല്ലറയിൽ ചെന്ന് തൊട്ടാൽ അവൻ അശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ആരും ചെന്ന് ബൈ ചാൻസ് പോലും ഇരുട്ടത്ത് പോയി വെട്ടമില്ലാതെ പോലും പോയി അതേ തൊടരുത്. അതിനുവേണ്ടി വെള്ളം അടിച്ചു വെക്കുന്നത്. ഞാൻ അതേ തൊട്ടില്ല, ഞാൻ അശുദ്ധനാണ്. കർത്താവ് പറയാ, ഇടാ അതേ തൊടുന്നൊന്നും അല്ല അശുദ്ധനാകുന്നത്. നിന്റെ അകം എങ്ങനെയുണ്ട്? അകം എങ്ങനെയുണ്ട്? ദൈവങ്ങളെ സത്യത്തിലൊന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേ, എങ്ങാണ്ടൊക്കെ ഇനി മാനസാന്തരപ്പെടാൻ ബാക്കിയില്ലേ? ഉണ്ടോ ഇല്ലയോ? ദൈവരാജ്യത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആത്മമനുഷ്യരാണ്. ഇന്ന് തൊട്ട് ഈ ശരീരത്തെ ഒന്ന് ക്രൂശിക്കാമോ? പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ അകത്ത് കംപ്ലീറ്റ് ഡെഡ് ആയിട്ട് മാറുന്നൊരു സംഭവം ഉണ്ടാവും. അത് സംഭവിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെ എത്ര പേർക്ക് നിന്ന് മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ എവിടുന്ന് വിളിച്ചോണോ വിളിക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഓക്കെ, ദൈവരാജ്യത്തിനകത്തേക്ക് വരുമ്പം ദൈവരാജ്യം പ്രകാശത്തിന്റെ രാജ്യമാണ്. ഈ പ്രകാശത്തിന്റെ രാജ്യത്തിനകത്ത് നമ്മളെ ആക്കി വെച്ചു. പ്രകാശത്തിനകത്ത് വന്നപ്പം നമ്മൾ ആരായി മാറി? നമ്മൾ പ്രകാശമായി മാറി. ദൈവരാജ്യം പ്രകാശത്തിന്റെ രാജ്യമാണ്. ഈ പ്രകാശത്തിന്റെ രാജ്യത്തിനകത്ത് വന്നപ്പോൾ നമ്മൾ ആരായി? നമ്മൾ പ്രകാശമായി മാറി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി 5:14. കർത്താവ് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയാൻ കാരണം എന്തുവാ? നമ്മളിപ്പോ വന്നത് ദൈവത്തിന്റെ രാജ്യത്തിനകത്ത്, വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്ത്. വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്ത് വന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ ആരായി? വെളിച്ചമായി മാറി. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്ത് വന്നു എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. പെന്തക്കോസിനകത്താണ്, പള്ളി പോകുന്നുണ്ട്, ആത്മീയ ക്രിസ്ത്യാനിയായി എന്നുള്ളത് വേറൊരു വശം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഇന്ന് പലപ്പോഴും പെന്തക്കോസിൽ പോകുന്നെന്ന് പറയുമ്പോഴും നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്തോട്ട് കടക്കാൻ ചിലപ്പോൾ മറന്നുപോകും. മിക്കവാറും പേര് കടക്കാറില്ല. നമ്മൾ എവിടെ കടക്കുന്ന അറിയോ? പള്ളിയിൽ രജിസ്റ്ററിനകത്ത് നമ്മുടെ പേര് വന്നു, പള്ളിയിൽ അംഗത്വമുണ്ട്, ചർച്ചിലെ എല്ലാ പരിപാടിയിലും നമ്മൾ ആക്റ്റീവാണ്. ഇത് ഈ പരിപാടികളൊക്കെ മിക്കവാറും എന്താണെന്നറിയോ? ഒരു റിലീജിയസ് സംഭവമാണ്. അവിടെ എഴുതി വെച്ച കുറെ ചട്ടങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്. രാവിലെ 2 പാട്ട് പാടണം, പിന്നെ ഒരു സ്ലോ പാട്ടും കൂടെ ഒക്കെ പാടണം. ഇങ്ങനൊക്കെ കുറെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ദൈവരാജ്യത്തിനകത്ത് ഈ സിസ്റ്റം ഒന്നുമില്ല. അവിടെ മൊത്തം ആത്മാവ് കൺട്രോൾ ചെയ്തു. ഇത് റിലീജിയനാണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? റിലീജിയനും കിങ്ഡവും രണ്ടും രണ്ടാ. റിലീജിയനും കിങ്ഡവും രണ്ടും രണ്ടാ. കിങ്ഡത്തിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല, റിലീജിയനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. പിടികിട്ടുന്നുണ്ടോ? വി ഹാവ് സിറ്റിസൺഷിപ്പാ. ഈ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് നമുക്ക് എന്തുവാ? സിറ്റിസൺഷിപ്പാ. ഇവിടെ എന്തുവാ? മെമ്പർഷിപ്പാ. നമ്മൾ സഭയുടെ മെമ്പർ അല്ലേ? അപ്പൊ നമ്മുടെ സഭ കിങ്ഡം ആണോ റിലീജിയൻ ആണോ എന്ന് ചിന്തിച്ച് ചോദിക്കും. റിലീജിയസ് സിസ്റ്റത്തിനകത്ത് വരുമ്പം അവിടെ എഴുതി കുറിച്ച നിയമങ്ങൾ ഉണ്ടാവും. ഇത്ര പാട്ട്, ഇങ്ങനെ പ്രസംഗം, ഇന്ന സമയത്ത് തുടങ്ങും, ഇന്ന സമയത്ത് തീരും, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അവർക്കൊരു വേഷവിധാനം ഉണ്ടാവും. കപ്പട സിറ്റിസൺഷിപ്പിനകത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിനകത്ത് വന്നിച്ച് തോന്നിയ പോലെ ജീവിക്കാന്നല്ല അതിന്റെ അർത്ഥം. സിറ്റിസൺഷിപ്പിനകത്ത് ഇതൊന്നുമില്ല. ഇവിടെ രാജാവ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിച്ചോളൂ, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മളായിട്ട് കുറെ ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്. അതാ റിലീജിയനകത്തുള്ളത്. കത്തോലിക്ക സഭ ഒരു റിലീജിയനാണ്. അവിടെ സഭ എഴുതി ഉണ്ടാക്കിയ കുറെ നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് അതിനകത്ത് പ്രജകൾ മൊത്തം ജീവിക്കുന്നത്. വർത്തമാന സഭ തുടങ്ങി ഇങ്ങനെ കുറെ സഭകളുണ്ട്. ഇതെല്ലാം നാമധേയ സഭകളൊക്കെ എഴുതി ഉണ്ടാക്കിയ കുറെ നിയമങ്ങളുണ്ട്. അത് റിലീജിയനാണ്. ആ റിലീജിയൻ ഇതുപോലെ ഹിന്ദുയിസത്തിനകത്ത് പോയാലും അവർ എഴുതി ഉണ്ടാക്കിയ കുറെ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് അവർ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പെന്തക്കോസ് മതത്തിനകത്തുകൊണ്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയ കുറെ നിയമങ്ങൾ. മീശ പഠിക്കണം, വെള്ളയൊടിപ്പ് വേണം, രാവിലെ 10 മണിക്ക് വരണം, ഞായറാഴ്ച മാത്രം ആരാധന, ഇങ്ങനെ കുറെ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്. ഈ റിലീജിയനകത്ത് നമ്മൾ ഇപ്പോഴും പെട്ടുകിടക്കുക. ദൈവരാജ്യത്തിനകത്തോട്ട് കയറി ഈ ദൈവരാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വാഴാൻ നമ്മൾ ഇതുവരെ മറന്നുപോയി. ഇതൊക്കെ കേട്ട മിക്കവാറും പെന്തക്കോസ്തർ എന്നെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇല്ലേ, നമ്മളിപ്പോഴും മതത്തിന്റെ ചട്ടക്കൂടിലല്ലേ ജീവിക്കുന്നത്? ഒരു ആത്മമനുഷ്യനായിട്ട് നമ്മൾ ഇതുവരെ വാഴാൻ തുടങ്ങിയിട്ടുണ്ടോ? വാണിട്ടുണ്ടോ? ഇന്ന് തൊട്ട്
ഒരു മനുഷ്യനായി ആത്മമണ്ഡലത്തിൽ വാഴാൻ തുടങ്ങണം. മുമ്പ് പറഞ്ഞു വന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ എന്തോ ഡിക്ലെയർ ചെയ്യുന്നോ അത് രാജ്യത്ത് സംഭവിക്കും. ഒരു രാജാവിനോട് രാജപദവിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതുപോലെ സംഭവിക്കും. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ഡിക്ലെയർ ചെയ്യുന്നോ അത് അതുപോലെ സംഭവിക്കും. എത്ര പേർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്? നമ്മൾ ആത്മമണ്ഡലത്തിൽ എന്തോ ഡിക്ലെയർ ചെയ്യുന്നോ അത് യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും. ആ യേശുവിന്റെ നാമത്തിനകത്ത് പവറുടെ അധികാരമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ കയറി. ദൈവരാജ്യത്തിനകത്താണ് നമ്മളിപ്പോ. അതിനകത്ത് പ്രവേശിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ജനിച്ച് പുതുതായിട്ട് ജനിച്ച് ആത്മാവിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് കയറി. യേശു ആകുന്ന വാതിലിലൂടെയാണ് നമ്മൾ കയറിയത്. ഇത്തരം കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. യേശു ആകുന്ന വാതിലൂടെ. ഇനി ഈ രാജ്യത്തിനകത്ത് കയറിയാൽ ലാസ്റ്റ് വരെ നിത്യതയിൽ എത്തുന്നത് വരെ ഈ കിങ്ഡത്തിനകത്താണ് നമ്മൾ. ഇതിനകത്ത് പുറത്തു പോകുന്നൊരു പരിപാടിയില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആരാ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ലോകമായിട്ട് നമ്മൾ ഇതുമായിട്ട് ഫെമിലിയർ അല്ല. നമുക്ക് ഈ ആത്മലോകത്തെ അറിയാനോ നമുക്ക് പരിചയമുള്ള സംഭവമല്ല. അതുകൊണ്ട് ഈ ആത്മലോകത്തിൽ നമ്മളെ നടത്താനാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ്. നമ്മുടെ നമ്മുടെ അകത്തെ ആത്മമനുഷ്യന് ഗൈഡൻസ് തരാനായി പരിശുദ്ധാത്മാവിനെ ആക്കിയത്. നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അത്യാവശ്യം പൈസ വേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് കുറച്ച് പൈസ വേണം, ആ ATM മെഷീൻ ഒന്ന് ചാലു ചെയ്തേര് എന്ന് പറയും. പിന്നെ വേദന ഉണ്ട് പറയും, കർത്താവേ പരിശുദ്ധാത്മാവെ നീ ഒരു നല്ല ഡോക്ടർ എന്നെ ഒന്ന് സൗഖ്യമാക്കി. അത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ പരിശുദ്ധാത്മാവായിട്ട് നമുക്കൊരു ബന്ധമില്ല. പിന്നെ അടുത്ത എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അന്വേഷിക്കണേ. ഈ ആത്മലോകത്തിൽ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടുന്നത് മൊത്തം പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടത് സകലം ഉപദേശിച്ചു തരും. എന്തിനാ കർത്താവ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ തന്നിച്ചു പോയത്? ഈ ആത്മലോകത്തിനകത്ത് ദൈവരാജ്യത്തിനകത്ത്. ഞാൻ ഇത്രയും ദൈവരാജ്യത്തെ കുറിച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ഇതിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഒരു രാജ്യം വരുന്നു എന്നുള്ള ഇൻട്രൊഡക്ഷൻ പഴയ നിയമത്തിലുണ്ട്. യേശു വന്നപ്പോൾ പ്രസംഗിച്ചത് ഈ ദൈവരാജ്യമാണ്. ഈ രാജ്യം വരണമെന്ന പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞത്. പൗലോസും വന്ന് ഈ രാജ്യത്തെ കുറിച്ചാ, ഈ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന രാജ്യത്തെ കുറിച്ച് പൗലോസ് ഒത്തിരി ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി വാഴാൻ പോകുന്ന ആ രാജ്യത്തിനകത്താ. ഇന്ന് നമ്മൾ ആത്മാവിൽ വാഴുന്ന ആ രാജ്യത്തിനാണ്. ഈ രാജ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഴയത് പറഞ്ഞു അതും പറഞ്ഞു ഇതും പറഞ്ഞൊക്കെ നടക്കുന്നതിനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആത്മമണ്ഡലത്തിൽ നിന്ന് കയറിക്കേ, ആത്മമണ്ഡലത്തിൽ നിന്ന് വാഴാൻ തുടങ്ങിക്കേ. പ്രൈസ് ഗോഡ്. എങ്ങനെ ആത്മമണ്ഡലത്തിൽ വാഴുന്നത്? ഞാൻ മുമ്പേ പറയാമെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞിട്ട് പോകാം. നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ എങ്ങനെ ജീവിക്കണം? നമ്മുടെ ബെസ്റ്റ് മോഡൽ ആരാ? യേശുവാ. യേശുവിനെ പോലെ ജീവിക്കാനാണ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തിനകത്ത് കടന്ന് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റണം. അതിനകത്താണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. എന്നാലും ചോദിക്കുക, എന്റെ പൊന്നു വാസു, ഇതുപോലെ നടക്കുന്ന പരിപാടിയാണോ? കർത്താവ് ഈ ലോകത്തിൽ അങ്ങനെ നമ്മളെ ജീവിച്ചു കാണിച്ചു. അങ്ങനെ നമുക്ക് പറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൂട്ടിനൊരു ആത്മാവിനെ തന്നേക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? യേശുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. നമ്മുടെ നീട്ടിക്കുറുക്കി പാടും, യേശുവിനെ പോലെ ആകുവാൻ ഇതൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഒരു വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അതാണ് ഇന്നത്തെ ആത്മലോകം. ഇന്നോട്ട് എന്തോ പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? മത്തായി 7:7 കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. എന്തിനെ കുറിച്ച് യാചിക്കാനാ കർത്താവ് പറഞ്ഞേ? എന്തിനെ അന്വേഷിക്കാനാ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നീതി അന്വേഷിക്കണം. നീതി എവിടെയാ ഉള്ളത്? പരിശുദ്ധാത്മാവിൽ സന്തോഷം, നീതി, അത് പരിശുദ്ധാത്മാവ് ഇതെല്ലാം കണക്ട് ആയി കിടക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കാൻ പറഞ്ഞു, നീതിയെ അന്വേഷിക്കാൻ പറഞ്ഞു. ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തോ നമുക്ക് കിട്ടുന്നത്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? ഈ രാജ്യത്തിനകത്ത് ജീവിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും കിട്ടും. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എനിക്ക് അങ്ങനെ യേശുവിനെ പോലെ ആയിട്ട് ഈ ആത്മമണ്ഡലത്തിൽ ജീവിക്കാൻ പറ്റും. അത് മാത്രമായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എനിക്ക് തോന്നുന്നു മിക്കവാറും പേരുടെ തലയുടെ ഇത് പോകുന്നു, തലയുടെ പുറകെ മേളിൽ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പിടികിട്ടാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ അനുഗ്രഹവും വിടുതലും രക്ഷിക്കണം പിടിക്കണം എന്നുള്ള കാര്യം കേട്ട് നമ്മൾ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡൈജസ്റ്റ് ആവാനും ഒന്ന് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് യേശുവിന് പകരമാണെന്നുള്ള വെളിപ്പാടാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. രാത്രി അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ എന്നെ ഇവിടെ, ഞാനതിന് ബൈബിളിൽ നിന്ന് തന്നെ തെളിവ് പറയാം.
യേശു പറഞ്ഞു, അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. 1 യോഹന്നാൻ 4:17. 1 യോഹന്നാൻ 4:17. അവൻ ഇരുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 11 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിലെ കഥ പറയുന്നുണ്ട്, ഇത് അവൻ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. പറഞ്ഞാൽ യേശുവിന് പകരമാണ് നമ്മളെ ഇവിടെ വെച്ചേക്കുന്നത്. അത്രയും ഗൗരവമുണ്ട് നമ്മുടെ ലൈഫിൽ. അത് എവിടെയേ സംഭവിക്കൂ? ദൈവരാജ്യത്തിനകത്തായത്. നമ്മളോട് അത് പ്രസംഗിക്കാനാ കർത്താവ് പറഞ്ഞത്, അത് പഠിപ്പിക്കാനാ കർത്താവ് പറഞ്ഞത്. ഈ ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ വാഴണമെന്നുള്ളത് ലോകത്തെ പഠിപ്പിക്കാനാ കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തിനകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? യേശുവിനെ പോലെ ജീവിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ആ നോട്ട് ബുക്കിന്റെ മേളിൽ ആപ്തവാക്യമായിട്ട് എഴുതിയിട്ടോ, യേശുവിനെ പോലെ ജീവിക്കണം. 1. 2, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെ ഈ ലോകത്തിലാക്കിയത്. ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പറയും? എനിക്ക് ഒരു അടുത്ത വർഷം ആകുമ്പോഴത്തേന് എങ്ങനെയൊരു വീടൊന്നും തല്ലിക്കൂട്ടണം എന്റെ ഒരു ആഗ്രഹം. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീടിൽ ഒരു കാർപോച്ച് എന്തായാലും ഉണ്ടാകുമല്ലോ. അവിടെ 2 കാറും കൂടെ കിട്ടിയാൽ സന്തോഷം. എല്ലാം സെറ്റിൽ ആകുമ്പോഴത്തേന് എന്റെ പിള്ളേർ വലുതാവും, അവർക്ക് 2 വിസയും കൂടെ അടിച്ചു കിട്ടിയാൽ സന്തോഷം. ഞാൻ പിന്നെ എല്ലാ ദിവസവും പാടുന്ന പാട്ട് എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹിതായിരിക്കും എന്റെ പാട്ട്. ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്റെ പാട്ട് കണ്ണുനീരെന്നു മാറുമോ വേദന. പിന്നെ കണ്ണുനീരും കൂടെ വരുമ്പോ ഒന്ന് കരഞ്ഞൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ എന്തോ ഒരു സംതൃപ്തി, എന്തോ ഒരു ആത്മനിർവൃതിയോടെ നമ്മൾ എഴുന്നേറ്റ് പോവാ. നമ്മളിങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കാനുള്ളതൊന്നും അല്ല നമ്മുടെ ആത്മജീവിതം. ആത്മലോകത്തിനകത്ത് കയറി വാഴണം. കഥ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ, നിങ്ങൾ ആത്മാവിൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അതുപോലെ അക്ഷരീയമായിട്ട് നടക്കണം. ഇൻവിസിബിൾ ലോകത്തിൽ പിശാച്, നിങ്ങൾക്കറിയാമോ, അതിന്റെ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണേ. നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ ക്രൈം ഒക്കെ നടക്കുന്നത് എങ്ങനെ? നമ്മുടെ സമൂഹത്തിൽ ക്രൈം നടക്കാറില്ലേ? കൊല, പല പരിപാടികൾ പലയിടത്തും പലതും നടക്കാറില്ലേ? ഇതൊക്കെ എങ്ങനെ നടക്കുന്നേ? ആത്മമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആത്മലോകത്തിൽ പിശാച് പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട്. ഇതുപോലെ നമ്മൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ ദൈവം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മളെവിടെ ആക്കിയേക്കുന്നത്. അല്ലാതെ കർത്താവ് എനിക്ക് വീട് തരണേ, എനിക്ക് വണ്ടി തരണേ, വിസ തരണേ എന്ന് പറയാനല്ല നമ്മളെവിടെ ആക്കിയേക്കുന്നത്. നമ്മളെ ദൈവിക പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യാൻ, ദൈവത്തിന്റെ രാജ്യം സ്വർഗം ഈ ഭൂമി കൊണ്ടുവരാനാണ് നമ്മളിവിടെ ആക്കി വെച്ചേക്കുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചേക്കാം. ഓ ജീസസ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. പൗലോസ് പറഞ്ഞൊരു പദമുണ്ടല്ലോ, ഐ ആം ദ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് പകരം ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ് ഞാൻ. ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐ ആം ആൻ അംബാസിഡർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? We are the ambassador of the kingdom of God. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് ആണ്. അത്രയും കാര്യം പിടികിട്ടിയോ? നിങ്ങൾ ആരാ? നമ്മൾ ഓരോരുത്തരും ആരാ? ദൈവത്തിന്റെ രാജ്യത്തെ ലോകത്തോട് പരിചയപ്പെടുത്തുന്ന അംബാസിഡർ. ആ രാജ്യത്തിന്റെ ഫുൾ അതോറിറ്റി ഉള്ള അംബാസിഡർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സൈനിങ് അതോറിറ്റി എന്നർത്ഥം. സൈനിങ് അതോറിറ്റി, സൈൻ ചെയ്യാനുള്ള ആ രാജ്യത്തിന്റെ അധികാരിയായ ഒരു വ്യക്തി എന്നർത്ഥം. രാജ്യത്തിന്റെ മെമ്പർ എന്ന് മാത്രമല്ല, ആ രാജ്യത്തിന്റെ ഒരു അതോറൈസ്ഡ് പേഴ്സൺ ആണ് നിങ്ങൾ. ഓ മൈ ഗോഡ്, ഇതൊക്കെ പിടികിട്ടിട്ടുണ്ടോ? ദൈവരാജ്യത്തിന്റെ അധികാരമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കർത്താവ് ഈ ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിച്ചോളാൻ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ കൈ കൊടുത്ത 2 കാര്യമുണ്ട്, ശക്തിയും അധികാരവും. ശക്തി, അധികാരം രണ്ടും കർത്താവ് കൊടുത്തു. ഒരു വ്യക്തിയുടെ കയ്യിൽ ശക്തിയും അധികാരവും ഉണ്ടെങ്കിലേ ഇത് ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ ഈ ശക്തി അധികാരം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ മോദി സർക്കാർ, മോദിയുടെ കയ്യിൽ എന്തോ ഉള്ളേ? മോദിയുടെ കയ്യിൽ എന്തോ ഉള്ളേ? മോദിയുടെ കയ്യിലുള്ളത് അധികാരമാണ്. പുള്ളിയെ പൊസിഷനിൽ വരുന്നപ്പോ പുള്ളിയുടെ എന്തുണ്ട്? അധികാരമുണ്ട്. പുള്ളിക്ക് എന്തില്ല? ശക്തിയില്ല. പുള്ളിയുടെ ശക്തി എവിടെയാ? പുള്ളിയുടെ ശക്തി എന്താ പറയുന്നത്, പോലീസിലും പട്ടാളത്തിലും പുള്ളിയുടെ ശക്തി. ശരിയല്ലേ? ഈ ശക്തി പുള്ളി ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചാ? പുള്ളിയുടെ അധികാരം ഉപയോഗിച്ച. അധികാരമുള്ളവന് ശക്തിയില്ല, ശക്തിയുള്ളവന് അധികാരമില്ല. പക്ഷെ നമുക്കിത് രണ്ടും കൂടെ ദൈവരാജ്യത്തിനകത്ത് കിട്ടിയിരിക്കുക.
ശക്തി കൊണ്ട് അധികാരം ദൈവം തന്നേക്കോ. എന്നാലും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിക്കും. കരച്ചിൽ വരുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് അതൊന്നുമില്ല. അതാ നമ്മുടെ സങ്കടം അല്ലേ? നിങ്ങൾ കണ്ണാടി കൊണ്ടേക്ക് ക്യാമറ കൊണ്ടേക്ക് ഒന്ന് നോക്കി, നമ്മുടെ ആ മുഖത്തിന്റെ ഭാവം ഒക്കെ നോക്കി, ശക്തിയും അധികാരവും ഉള്ള വ്യക്തിയുടെ മുഖഭാവം ഒന്ന് നോക്കി, ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. പണ്ടാണ്ട് പറഞ്ഞാലും മലയാള ഭാഷ പറഞ്ഞ കാലം പോലും കരഞ്ഞു പോകുന്ന പരുവത്തിലാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. എന്റെ കർത്താവേ, എന്നാലും എന്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തന്നില്ല. ഞാൻ എത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അല്ലേ? നമ്മുടെ ആ സങ്കടവും കഷ്ടതയൊന്നും ഇനി കഷ്ടതയുടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നത് അല്ലേ, കഷ്ടതയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദമായി. കണ്ടൊക്കെ ഇതിനെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞേച്ച് ഞാനൊരു ശക്തിയുള്ള വ്യക്തിയാ, എന്റെ മേൽ കർത്താവ് ശക്തിയെ പകർന്നിട്ടുണ്ട്, എനിക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ കയറി നിങ്ങളൊന്ന് വാണു നോക്കി. ആത്മമണ്ഡലത്തിൽ വാഴാനെ കർത്താവ് നമ്മൾ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. ഇതിനെ തിരിച്ചറിയാൻ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കും. ഇതാ സത്യം. ദിസ് ഈസ് ദ ട്രൂത്ത്. നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ട്രൂത്ത്. യേശു പറഞ്ഞ സത്യം അതാ. ആൻഡ് ദ ട്രൂത്ത്. ഞാനാ സത്യം, യേശു സത്യം. ആ യേശു പറഞ്ഞതൊക്കെ സത്യമാണ്. നമ്മൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സാ. ആ കിങ്ഡത്തിന്റെ, ആ ദൈവത്തിന്റെ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കി. നിങ്ങൾ അംബാസിഡർ, ഏതെങ്കിലും അംബാസിഡറെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നമ്മുടെ വഴി ഓടിപ്പോകുന്ന അംബാസിഡർ കാറിന്റെ കാര്യമല്ല വന്നെ. അംബാസിഡർ, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അംബാസിഡറെ കണ്ടിട്ടുണ്ടോ? പുള്ളി അങ്ങനെ കാണാൻ കിട്ടത്തില്ല. പുള്ളി ആ രാജ്യത്തിന്റെ ഭയങ്കര പദവി വഹിക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നപ്പം എനിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, അല്ലെ ഏതെങ്കിലും രാജ്യത്ത് പോകണം. ആ രാജ്യത്തിന്റെ അംബാസിഡർ സൈൻ ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ആ രാജ്യത്തിലേക്കുള്ള എൻട്രി പോലും അദ്ദേഹത്തിന്റെ വിത്ത് പെർമിഷനേ ഉള്ളൂ. ഓഹ് ജീസസ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരാളുടെ പാപം ക്ഷമിച്ചാൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടും, നിങ്ങൾ ഒരാളുടെ പാപം നിർത്തിയാൽ. ഓ, എന്തോ അധികാരം കർത്താവ് നമുക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം വെച്ചേച്ച് നമ്മൾ ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ടുള്ള സാക്ഷിയൊക്കെ ഒന്നാലും ചോദിക്കും. സത്യ കരഞ്ഞു വിശ്വാസികളെ കാണുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞു പോവാം. ദൈവമക്കളെ, നമ്മുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞ് ദൈവഭയം ഇല്ലാതെ വലിയ ചങ്കും പിരിച്ച് ചുമ്മാ നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവഭയത്തോടു കൂടെ ദൈവം നമുക്ക് തരുന്ന അധികാരങ്ങളെ, അതോറിറ്റിയെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ഇന്നത്തെ ആത്മലോകത്തിന്റെ വലിയ പ്രശ്നം. ഈ ദൈവരാജ്യത്തിന്റെ ഒരു ഗൗരവമുള്ള ഭാഗം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എഫീസ് ലേഖനത്തിലേക്ക് നമ്മൾ വന്നേ. എഫീസ് ലേഖനത്തിലേക്ക് ഒന്ന് വന്നാല്, എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 വാക്യം. നമ്മൾ കഴിഞ്ഞ വാക്യം വായിച്ചായിരുന്നോ? 1:18 വായിച്ചായിരുന്നോ? പതിനെട്ടാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലത് ഭാഗത്തിരുത്തി. ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പം ഇവിടെ ഈ ഭാഗം ഞാൻ വായിച്ച് പറഞ്ഞു പോകാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു പോകാം. ഈ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. യേശു മരിച്ചു കിടക്കുക, കല്ലറ കിടക്കുക. ആ വാക്യത്തിന്റെ വിശദാംശം ഞാൻ പറയുന്നത്. യേശു മരിച്ച കല്ലറ കിടക്കുന്നു. യേശുവിനെ പരിശുദ്ധാത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ വന്നപ്പോഴാണ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവ് ദൈവം ചെയ്ത കാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്തിരുത്തി. 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശുവിനെ പിതാവിന്റെ വലതു ഭാഗത്തിരുത്തി. എങ്ങനെ ഇരുത്തിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഇരുത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ 21-ാമത്തെ വാക്യം, സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. യേശുവിനെ എവിടെ ഇരുത്തി? യേശു മരിച്ചു കിടക്കുകയായിരുന്നു, കല്ലറ കിടക്കുകയായിരുന്നു. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിതാവിന്റെ വലതു ഭാഗത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം മുകളിൽ ഇരുത്തി. മുമ്പേ പറഞ്ഞില്ലേ, ആത്മരണത്തിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ എവിടെ കയറുന്നേ? ഇതിന്റെ എല്ലാം മുകളിലേക്ക് നമ്മൾ കയറുക. എവിടെ? വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടാൻ പോകുന്ന സകല നാമത്തിനും എത്രയും മീതെയാ? അത്യന്തം മീതെ, ഫാർ അബവ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മുകളിൽ. ഇതൊക്കെ എന്തുവാന്നറിയാം? വാഴ്ചകൾ എന്തുവാ, അധികാരം എന്തുവാ, ശക്തി എന്തുവാ, കർത്തൃത്വം എന്താന്ന് 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, പിന്നെ ആരോടൊക്കെ ഉള്ളേ?
വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തവ്യം ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ എന്തിന്റെയൊക്കെ മേളിലാണ് ഉയർത്തിയത്? നമുക്ക് എന്തിനോടൊക്കെ പോരാട്ടമുണ്ടോ അതിന്റെ എല്ലാം മുകളിൽ യേശുവിനെ ഇരുത്തി. ഇതാണ് ആത്മലോകത്തിൽ സ്വർഗരാജ്യത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും സരസമായ കാര്യം, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? യേശുവിനെ പിതാവിന്റെ വലതുഭാഗത്തിരുത്തി. അപ്പൊ പിതാവ് ഇരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു. യേശുവിനെ എവിടെ ഇരുത്തിയത്? അതിന്റെ താട്ട് വായിച്ചു നോക്കി. സകലവും, 22ാമത്തെ വാക്യം, സകലവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു, അവനെ സകലത്തിനും തലയാക്കി. എന്നിട്ട് ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. സഭ ആരാ? ഞാനും നിങ്ങളും ആരാ? ദൈവരാജ്യത്തിനകത്ത് കയറിയവര്. ദൈവരാജ്യത്തിനകത്ത് കയറിയവർക്ക് എന്തോ കിട്ടി? യേശുവിനെ കിട്ടി. യേശു എവിടെ ഇരിക്കുന്നത്? പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത്. യേശുവിന്റെ കാൽക്കീഴിൽ എന്തൊക്കെയുണ്ട്? വാഴ്ചകൾ, അധികാരം, കർത്തൃത്വം, ശക്തി, സകല നാമവും യേശുവിന്റെ കാൽക്കീഴില്ല. എന്ന് പറഞ്ഞാൽ സകല ശക്തി യേശു പറയാതെ ഒന്നും ചലിക്കത്തില്ല. യേശുവിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചലിക്കത്തില്ല. ആ യേശുവിനെ ഇപ്പോൾ സഭയുടെ തലയാക്കി കൊടുത്തു. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തു. അപ്പൊ സഭ എന്തുവാ? സഭയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറമാണ്. എന്ന് പറഞ്ഞാൽ എന്തോ സൊല്യൂഷൻ വേണോ അത് സഭയെ കൊണ്ട് റിലീസ് ആവും. കാരണം സകലത്തെ നിറയ്ക്കുന്നത് ആരാ? ദൈവമാണ് നിറയ്ക്കുന്നത്. ആ വാക്യം നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ 23ാമത്തെ വാക്യം. സകലത്തെയും നിറയ്ക്കുന്നവൻ അതാരാ? ദൈവമായ കർത്താവ്. നിറയ്ക്കുന്നവന്റെ നിറവ് എവിടാ? ഏതുവാ? നിറവ് സഭയാ. ആ സഭയിലുള്ളത് ആരാ? വീണ്ടും ജനിച്ച് ആത്മാവിൽ ജനിച്ച് ദൈവരാജ്യത്തിനകത്ത് കയറുന്നവർ അതിനകത്തുള്ളത്, ദൈവസഭയ്ക്കകത്തുള്ളത്. അപ്പൊ ആ ദൈവസഭയ്ക്കകത്തുള്ളവരുടെ അകത്തെന്തുണ്ട്? യേശു ഉണ്ട്. ആ യേശു എന്തുവാ ചെയ്യുന്നത്? സകലത്തെയും നിറയ്ക്കും. അപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ വന്നാൽ സകലത്തിന് പരിഹാരം ഉണ്ടാകണം എന്നർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുന്നത്. നിങ്ങൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ, നിങ്ങൾ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നത് പറയാൻ കാരണം ഇത്. ഇനി അത് കുറെ കൂടെ തെളിച്ച് പറഞ്ഞു തരാം. യേശു എവിടെ ഇരിക്കുന്നത്? പിതാവിന്റെ വലതു ഭാഗത്ത് സ്വർഗരാജ്യത്തിൽ ഇരിക്കുക. യേശുവിന്റെ കാൽക്കീഴിൽ എന്തൊക്കെയുണ്ട്? വാഴ്ചയുണ്ട്, അധികാരമുണ്ട്, ശക്തിയുണ്ട്, കർത്തൃത്വമുണ്ട്, നാമങ്ങളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. 2-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. 2-ാം അധ്യായത്തിന് 1-ാം വാക്യം, എഫെസ്യ ലേഖനം 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എവിടാ? നമ്മളും പാപത്തിൽ മരിച്ചു കിടക്കായിരുന്നു, നമ്മളെ ഉയർപ്പിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. എങ്ങനെ ദൈവരാജ്യത്തിൽ നമ്മൾ കയറിയത്? നമ്മളെ പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവരാജ്യത്തിനകത്ത് കയറി. മരിച്ചവരായിരുന്നു, അവിടെ മരിച്ചു കിടക്കായിരുന്നു. ഇവിടെ നമ്മളെ ഉയർപ്പിച്ചു, ദൈവരാജ്യത്തിനകത്ത് കയറ്റി. എവിടെ ഉയർപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? ശരീരത്തെ ഉയർപ്പിച്ച കാര്യമല്ല, ആത്മാവിനെ ഉയർപ്പിച്ച് ദൈവരാജ്യത്തിനകത്ത് കയറ്റിയെന്നർത്ഥം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ 5-ാമത്തെ വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ച് എന്ത് ചെയ്തു? കൃപയാൽ അത്രയും നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. യേശു എവിടെ ഇരിക്കുന്നത്? പിതാവിന്റെ വലതു ഭാഗത്ത്. നമ്മളെ എവിടെ ഇരുത്തിയെന്നാ വായിക്കുന്നത്? നമ്മളെ പിതാവിനോട് കൂടെ ഇരുത്തിയെന്ന്. പിതാവിന്റെ വലതു ഭാഗത്ത് യേശുവിനോടൊപ്പം ഇരുത്തിയെന്ന്. മനസ്സിലായോ? ഓക്കെ, പിതാവ് ഇരിക്കുന്നു, പുത്രൻ ഇരിക്കുന്നു, അതിന്റെ അടുത്ത ആരുണ്ട്? നമ്മളുണ്ട്. ഈ വാക്യമാണ് കൊലോസ്യർ 3:1 എഴുതിയിരിക്കുന്നത്. ആകയാൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന എവിടെയാ? പിതാവിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗീയ മഹിമകളിൽ യേശുവിനോടൊപ്പം ഇരിക്കുക. യേശുവിനോടൊപ്പം ഇരിക്കാന്ന് വിചാരിച്ചു. യേശുവിന്റെ കാൽക്കീഴിൽ എന്തൊക്കെയുണ്ട്? യേശുവിന്റെ കാൽക്കീഴില് വാഴ്ചകൾ, കർത്തൃത്വം, ശക്തി, നാമങ്ങൾ, ഇത് മൊത്തം യേശുവിന്റെ കാൽക്കീഴിലുണ്ട്. അപ്പൊ യേശുവിന്റെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ ഇത് ആരുടെയും കൂടെ കാൽക്കീഴിലാണ്? നമ്മുടെ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ കാൽക്കീഴിലല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ദൈവരാജ്യം പ്രസംഗിക്കുകയും. ദൈവമക്കളെ, ഈ ദൈവരാജ്യത്തിനകത്ത് കയറിയ വല്ല ഗുണമുണ്ടെന്ന് നിങ്ങൾ പറ. ഈ തലങ്ങളിൽ വല്ലതും ജീവിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ഏറ്റവും പറയും പോയിരുന്ന് 2 കൈ അടിക്കും, ഒരാമയും പറയും, ഒരു ഹല്ലേലൂയ പറയും, നമ്മളോട് വല്ല ദൂതും കിട്ടിയാൽ നമ്മൾ 2 ചാട്ടം ചാടും, ഇല്ലെങ്കിൽ നിരാശയോടെ വീട്ടിലും പോയി. ഇതാണ് നമ്മുടെ ഞായറാഴ്ചത്തെ പരിപാടി. ഇതല്ല ആത്മലോകം. ഇതല്ല, ഇതിനു വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതിയേക്കണം. പ്രൈസ് ഗോഡ്. ഇത് ഒരു ദിവസം കൊണ്ട് പിടികിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എത്രമാത്രം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി
നമ്മുടെ ഒരു വലിയ പ്രാർത്ഥന ഇതായിരിക്കണം. കർത്താവേ, എനിക്ക് ആ ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് കയറണം, എനിക്ക് ആ ദൈവരാജ്യത്തിനകത്ത് ഒന്ന് ജീവിക്കണം. ജീവിച്ചാൽ മാത്രമല്ല, ദൈവരാജ്യത്തിനകത്ത് വാഴണം. നിങ്ങൾക്കറിയാമോ, ആദമിനെ ഹവ്വയെയും ഈ ഭൂമിയെ ലിറ്ററലി വാഴാൻ ദൈവമാക്കി. പക്ഷെ പിശാച് താർത്തുകളെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് കർത്താവ് സഭയെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവാക്കി സഭയെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് ആ വാഴ്ച നമ്മളാ വാഴേണ്ടത്. ഇന്നിവിടെ അതിക്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാന്നറിയാം? നമ്മുടെ സമൂഹത്തിൽ അതിക്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാന്നറിയാം? ഞാനും നിങ്ങളോ? നമ്മള് രാജ്യത്ത് കയറി എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ നമ്മൾ വാഴാൻ തുടങ്ങാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ദൈവജനം പൊസിഷൻഡ് ആയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ രാജ്യം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യം നമ്മൾ നന്നാവണം. ഒരു നല്ല പോയിന്റ് ആണ്, നല്ല കാര്യമാണ്. പക്ഷെ കുറെ കൂടെ പൊളിറ്റിക്കലി ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ രാജ്യത്ത് അതിക്രമങ്ങളൊക്കെ ഒന്ന് മാറണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മള് ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 7:14 വായിക്കുമ്പോൾ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നു എങ്കിൽ ദൈവം ദേശത്തോട് കടാക്ഷിക്കും, ദേശത്തെ പിടിപ്പിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു പറഞ്ഞാൽ ജനം മാനസാന്തരപ്പെടണം. അത് ഒരു കീയ. അതിന് പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമാണ്. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ അതിന്റെ ഇഫക്റ്റ് ദേശത്തുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്, വലിയ സീക്രട്ട് ആയിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ദാനിയേലിന്റെ കാലത്ത് ബാലനായിരിക്കുമ്പോൾ തന്നെ ലീഡർഷിപ്പിനകത്ത് രാജാക്കന്മാർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയായിരുന്നോ? പറ്റിയല്ലോ. ശന്ദ്രക്ക് മേശക്ക് അഭേദനമോ അവരുടെ വിശ്വാസം മുഖാന്തരം അവർക്ക് രാജാവിനെ ചലിപ്പിക്കാൻ പറ്റിയോ? യോസഫിന്റെ കാലത്ത് യോസഫിനെ ദൈവം ആ രാജ്യത്തിന്റെ ഏത് പദവി കൊണ്ടെത്തിച്ചു? നമ്മൾ ഇന്ന് പൊളിറ്റിക്സിനെ കാണുന്നത് നെഗറ്റീവായിട്ടാണ്. പക്ഷെ ബിബ്ലിക്കലി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പൊളിറ്റിക്കലി നമ്മൾ കയറി ആ പൊസിഷനിൽ ഇരിക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരു മാനസാന്തരപ്പെട്ടവൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എന്തുമായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? അമേരിക്കൻ പ്രസിഡന്റ് പെന്തക്കോസുകാരനാ, മാനസാന്തരപ്പെട്ട രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൂടെ? രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ഒരു ദൈവജനായിക്കൂടെ? നമ്മുടെ ചിന്ത അങ്ങനെ വിശാലമാകട്ടെ. നമ്മളിൽ ഒരാൾ നമ്മുടെ മന്ത്രിപദത്തിലേക്ക് MP പദത്തിലേക്ക് വന്നാൽ നമ്മുടെ പച്ചമലയാളത്തിൽ ചോദിച്ചാൽ കഴിക്കുമോ? നമുക്ക് അത്രയും വിശാലത നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടോ? നൈജീരിയയുടെ മുഖ്യമന്ത്രി പാസ്റ്റർ ക്രിസിന്റെ ചർച്ചിലെ വിശ്വാസിയാ. അവിടുത്തെ MP-മാര്, അവിടുത്തെ മന്ത്രിമാർ മുഴുവൻ അദ്ദേഹത്തിന്റെ ചർച്ചിലെ വിശ്വാസിയാ. എന്താ ഇത് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ല? ക്രിസ്തീയ രാജ്യങ്ങൾ, ക്രിസ്തീയ രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ ലോകത്തിൽ ഏത് രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ക്രിസ്തീയ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക ഇന്ന് ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന ആ ഒരു പദവിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ദൈവമക്കളാ, അവര് രക്ഷിക്കപ്പെട്ടവരാ. കുറെ എണ്ണം തോന്നിയ ദിവസം നടക്കുന്നുണ്ട്, അത് വേറൊരു വശം. പക്ഷേ ഇറ്റ്സ് എ ക്രിസ്ത്യൻ കൺട്രി. നിങ്ങൾ ഏത് രാജ്യം എടുത്തു നോക്കൂ, ക്രിസ്ത്യൻ കൺട്രികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഒരു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മാറിപ്പോയെന്നോ തോന്നിയ ദിവസം കാണിച്ചതൊക്കെ അത് വേറൊരു വശം. പക്ഷെ ക്രിസ്ത്യൻ കൺട്രികളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. അവിടുത്തെ ഡിസിപ്ലിൻ ഭയങ്കരമാണ്, അവിടുത്തെ നിയമങ്ങൾ ഭയങ്കരമാണ്. കാരണം അതെല്ലാം ദൈവരാജ്യത്തിന്റെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നെ. നമുക്ക് അവിടുന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് അമേരിക്കയിൽ നിന്ന്, അവിടുന്ന് നിയമങ്ങൾ പഠിച്ചിട്ട് അവിടുന്ന് ഉണ്ടാക്കിയത് നമ്മളത്. അവർക്ക് എവിടുന്ന നിയമങ്ങൾ കിട്ടിയത്? അവിടെ ന്യായപ്രമാണത്തിൽ നിന്ന്, 10 കൽപ്പനയിൽ നിന്ന് അവര് നിയമം ഉണ്ടാക്കിയത്. മോശയുടെ ന്യായപ്രമാണം അതിന്റെ എല്ലാം ബേസ്. ഇന്ത്യയുടെ നിയമം പോലും ഇതിന്റെ എല്ലാം ബേസ് അവിടുന്ന് വന്നത്. എല്ലാ രാജ്യത്തിന്റെ അങ്ങനെ. ദൈവത്തിന് ഇങ്ങനെ ഒരു അടക്കി വാഴുന്ന ഒരു പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി ദൈവം അക്ഷരികമായിട്ട് മൊത്തം രാജ്യത്ത് ചെയ്യാൻ പോവാ. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ചെയ്തെടുക്കാൻ ദൈവത്തിന് പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ഇടിവിൽ നിൽക്കാനും അതിനുവേണ്ടി വില കൊടുക്കാനും ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അത് പൊളിറ്റിക്കൽ വശമാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞത്, പൊളിറ്റിക്കൽ വശം. പക്ഷെ അതിന്റെ ആത്മീയ വശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആത്മാക്കളെ എല്ലാം നേടി ഇവരെ ദൈവരാജ്യത്തിനകത്ത് കയറ്റാൻ ദൈവം നമ്മളെ ഇവിടെ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഇത്ര കാര്യം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഇന്ന് എന്തിനാ ഈ ലോകത്തിലായിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ലോകത്തിലിരിക്കുന്നത്? അനേകരെ ഈ ദൈവരാജ്യത്തിന്റെ മെമ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് അതാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞയക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കണം. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം, നിങ്ങൾ പോകുന്നിടത്തെല്ലാം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം, എങ്ങനെ വിടുതൽ പ്രാപിക്കാം, അത് പ്രസംഗിക്കാനല്ല പറഞ്ഞേ. എന്താ പ്രസംഗിക്കണം? നമ്മുടെ പ്രസംഗത്തിന്റെ ടോപ്പിക് എന്തുവാ?
കം ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നിയർ. ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ സ്വർഗ രാജ്യം അത് നിയർ ആണ്, അത് അടുത്താണ് എന്നുള്ളത്, അടുത്ത് സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയണം. അതിനു വേണ്ടി കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക, ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ